Hi friends, നമ്മൾ ഇന്ന് നീറ്റ് ഫാസ്റ്റ് ട്രാക്ക് സീരീസിൽ ഒരു പുതിയ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകണം. ഏതാണ്? സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. നമുക്കറിയാം നമ്മുടെ ഫിസിക്സിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ, +2 ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ഏത്? സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിൻ്റെ അത് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ബാക്കി ഫിസിക്സ് ചാപ്റ്റേഴ്സ് പഠിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഈ ചാപ്റ്ററിന് തിയറിക്ക് എന്താ മക്കളെ ഇമ്പോർട്ടൻസ് കൂടുതൽ അല്ലേ. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഏറ്റവും ചാൻസ് കൂടിയ ചാപ്റ്റർ ഏത്? സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിൻ്റെ നമ്മൾ മെയിനായിട്ട് നോക്കാനുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്? നമുക്ക് ആദ്യം ഒരു പി ടൈപ്പ് എക്സ്ട്രിൻസിക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട് ഇല്ലേ, എക്സ്ട്രിൻസിക്കും ഇൻട്രിൻസിക്കും. പിന്നെ എന്താ ഉള്ളത്? പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ട്, അതിൻ്റെ ഫോർമേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് എന്തുണ്ട്? സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ് ഉണ്ട്, സെനർ ഡയോഡ് ഉണ്ട്, ഫോട്ടോ ഡയോഡ് ഉണ്ട്, LED ഉണ്ട്, സോളാർ സെൽ ഉണ്ട്, അവരൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ടുള്ള ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട് അല്ലേ. നമുക്കറിയാം ഏതൊരു എൻട്രൻസ് എക്സാം, അത് എന്താ നീറ്റ് ആയിക്കോട്ടെ, CUT ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, ഏത് എക്സാമും ആയിക്കോട്ടെ, എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് എന്താ? ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്. അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അതും വരുന്ന ഏതിൽ മക്കളെ? നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് നോക്കാനുള്ളതെന്ന് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്നത്, നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള മെറ്റീരിയൽസിനെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയാവോ? അവരുടെ കണ്ടക്ടിവിറ്റിയുടെ ബേസിൽ. എന്തിനാ മക്കളെ? അവരുടെ കണ്ടക്ടിവിറ്റിയുടെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായിരിക്കാം കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ പേരിൽ തന്നെ ഉണ്ട്, അവരുടെ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതാണ് സിഗ്മ = 10² to 10⁸ ആയിരിക്കും. ഓക്കെ അല്ലേ. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടിവിറ്റിയുടെ സിമ്പിളാണ്. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ R = ρL/A എന്ന് പഠിച്ചിട്ടില്ലേ? ഇവിടെ റോ എന്തായിരുന്നു? റെസിസ്റ്റിവിറ്റി ആയിരുന്നു. അവിടെ നിന്ന് ρ = RA/L എന്നൊക്കെ കിട്ടും. ഈ റോയുടെ ഇൻവേഴ്സ് ആണ് എന്ത് മക്കളെ? കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. 1/ρ ആണ് എന്ത്? കണ്ടക്ടിവിറ്റി. അതാണ് എന്ത്? സിഗ്മ. അപ്പൊ സിഗ്മയുടെ വാല്യൂ 10² to 10⁸ ആണെങ്കിൽ കണ്ടക്ടേഴ്സ് ആണ്, അതായത് കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. ഇനി സിഗ്മയുടെ വാല്യൂ 10⁻⁻⁹ to 10⁻⁻11 to 10⁻⁻11 എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. അങ്ങനെ കണ്ടക്ടിവിറ്റി വളരെ കുറവാണെങ്കിൽ അവർ കണ്ടക്ട് ചെയ്യത്തില്ല. അങ്ങനെയുള്ളവരെ വിളിച്ച പേരാണ് എന്ത്? ഇൻസുലേറ്റേഴ്സ്. എന്താ മക്കളെ? ഇൻസുലേറ്റേഴ്സ്. ഇനി കണ്ടക്ടിവിറ്റി ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്കാണ്, അതായത് കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും ഇടയ്ക്കാണെങ്കിൽ അവരെ വിളിച്ച പേരാണ് എന്ത്? സെമി കണ്ടക്ടേഴ്സ്. അവരുടെ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും? 10⁻⁻�6 to 10⁵ വരെ ആയിരിക്കും. ഓക്കെ അല്ലേ. അതായത് കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയ്ക്കായിരിക്കും എന്ത് മക്കളെ? അവരുടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ കണ്ടക്ടിവിറ്റിയുടെ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാം? മൂന്നായിട്ട് തിരിക്കാം. സെമി കണ്ടക്ടേഴ്സ്, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. ഇനി നമ്മൾ ഇവിടെ പറയുന്നതാണ് എന്ത്? എനർജി ബാൻഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. എന്താ മക്കളെ എനർജി ബാൻഡ് ഡയഗ്രാം എന്ന്? അതായത് നമ്മുടെ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ അതിൽ എന്തുണ്ടാവും? വാലൻസ് ഷെൽ ഉണ്ടാവും അല്ലേ. ആ വാലൻസ് ഷെല്ലിൽ എന്തുണ്ടാവും? വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ആ വാലൻസ് ഇലക്ട്രോൺസ് കവർ ചെയ്യുന്ന ആ ഒരു ബാൻഡ്, ആ ഇതിന് കറസ്പോണ്ട് ആയിട്ടുള്ള എനർജി ബാൻഡിനെ വിളിച്ച പേരാണ് എന്ത്? വാലൻസ് ബാൻഡ്. ഓക്കെ അല്ലേ. ആ ഒരു വാലൻസ് ബാൻഡിൽ ഒരു തെർമൽ എനർജി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കുമ്പോൾ അവിടുത്തെ ഇലക്ട്രോൺസിന് എന്ത് കിട്ടും? എക്സൈറ്റ് ആവും, എനർജി കിട്ടി എക്സൈറ്റ് ആവും, അത് ജമ്പ് ചെയ്യും. ആ ജമ്പ് ചെയ്ത് പോകുന്ന ആ വാലൻസ് ബാൻഡ് എബോവ് ഇരിക്കുന്ന ബാൻഡാണ് എന്ത്? കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവർ തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ. അപ്പൊ വാലൻസ് ബാൻഡ് എന്താണെന്ന് അറിയണം, കണ്ടക്ഷൻ ബാൻഡ് എന്താണെന്ന് അറിയണം. ഇവരുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ആണ് എന്ത് മക്കളെ? ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ സെമി കണ്ടക്ടേഴ്സിനെയും കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സിനെയും ഫോർബിഡൻ എനർജി ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇൻ കേസ് കണ്ടക്ടേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, എന്തെടുക്കുകയാണെങ്കിൽ കണ്ടക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ അവരുടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എങ്ങനെ ആയിരിക്കും എന്ന് അറിയാമോ? ഓവർലാപ്പ് ചെയ്തിരിക്കും. അതായത് വാലൻസ് ബാൻഡ് തൊട്ട് മുകളിലൂടെ ആയിരിക്കും കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് അല്ലേ എനർജി ബാൻഡ് ഗ്യാപ്പ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓവർലാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് വാലൻസ് ബാൻഡെങ്കിൽ ഇത് കണ്ടക്ഷൻ ബാൻഡ്. അപ്പം അവർ തമ്മിൽ എനർജി ഗ്യാപ്പ് ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടുത്തെ ഇജിയുടെ വാല്യൂ എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. അപ്പൊ കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ഇജിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ ഇൻസുലേറ്റേഴ്സ് പറയാണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഇജിയുടെ വാല്യൂ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അതായത് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? 3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. കാരണം അത്രയും ഒരു എനർജി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ വാലൻസ് ബാൻഡിൽ നിന്ന് അത്രയും എനർജി ഉണ്ടെങ്കിലേ ആ ഒരു കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ പറ്റും. അത്രയും എനർജി കവർ ചെയ്യാനുള്ള ആ ഒരു എന്ത് വേണം? എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എനർജി ഇലക്ട്രോൺ വേണം. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? കണ്ടക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് അവർ
ഇൻസുലേറ്റേഴ്സ് ആവുന്നത്. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് ആകുമ്പോൾ അവർക്ക് ഇജിയുടെ വാല്യൂ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അത് എത്രയായിരിക്കും? ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ 3 ഇലക്ട്രോൺ വോൾട്ടിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. അങ്ങനെ ആയിരിക്കും എന്ത് നമ്മുടെ ഇൻസുലേറ്റേഴ്സിൽ ഇജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിനൊരു എക്സാമ്പിൾ ആണ് ഡയമണ്ട് തന്നിട്ടുണ്ട്. അവിടെ ഇജിയുടെ വാല്യൂ എത്ര മക്കളെ? 6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇനി അടുത്ത നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടക്ടിവിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു ഇൻസുലേറ്റേഴ്സിന്റെയും കണ്ടക്ടേഴ്സിന്റെയും ഇടയ്ക്കായിരിക്കും എന്ത് സെമി കണ്ടക്ടേഴ്സിനെ കണ്ടക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഇജിയുടെ വാല്യൂ അങ്ങനെ തന്നെ ആയിരിക്കും. സീറോയ്ക്കും ഈ സീറോ ആണ് എന്ത് നമ്മുടെ കണ്ടക്ടേഴ്സിന് 3 ഇലക്ട്രോൺ വോൾട്ടും 3 ഇലക്ട്രോൺ വോൾട്ടേക്കാളും കൂടുതലുമാണ് എന്ത് നമ്മുടെ ഇൻസുലേറ്റേഴ്സിന്. അപ്പൊ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ എനർജി ബാൻഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എത്ര വരും? സീറോയ്ക്കും 3 ഇലക്ട്രോൺ വോൾട്ടിനും ഇടയ്ക്കായിരിക്കും. സീറോയ്ക്കും 3 ഇലക്ട്രോൺ വോൾട്ടിനും ഇടയ്ക്കാണെങ്കിൽ അവർ എന്താ മക്കളെ? സെമി കണ്ടക്ടേഴ്സ് ആണ്. ഇത് നമുക്കിവിടെ നോട്ട് ചെയ്യാനുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതായത് 0 കെൽവിനിലെ കണ്ടക്ഷൻ ബാൻഡ് എന്തായിരിക്കും? എം ടി ആയിരിക്കും. കാരണം 0 കെൽവിനിലെ ഇലക്ട്രോൺസ് ഒന്നും എക്സൈറ്റ്മെന്റ് നടക്കില്ല. അവിടെ കണ്ടക്ഷൻ ബാൻഡ് എന്തായിരിക്കും? എം ടി ആയിരിക്കും. അപ്പോൾ ഉള്ള ഇജി വാല്യൂ, അതായത് നമുക്ക് സിലിക്കണിന്റെയും ജെർമേനിയത്തിന്റെയും എനർജി ബാൻഡ് ഗ്യാപ്പ് വാല്യൂ അറിയണ്ടേ. ഇജി ഫോർ സിലിക്കൺ എന്ന് പറയുന്നത് എത്രയാണ്? 1.17 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ജെർമേനിയം ആകുമ്പോൾ എത്ര മക്കളെ? 0.74 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അറ്റ് എ റൂം ടെമ്പറേച്ചർ സം വാലൻസ് ഇലക്ട്രോൺസ് അക്വയർ തെർമൽ എനർജി ആൻഡ് ജംപ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദേ ആർ ഫ്രീ ടു കണ്ടക്ട്. അതായത് എന്ത് ചെയ്യും? റൂം ടെമ്പറേച്ചറിലാകുമ്പോൾ അവിടെ ഒരു ഹീറ്റ് വന്നു അല്ലേ, അവിടെ ഒരു എനർജി വന്നു. ആ ഒരു ഇതിൽ വാലൻസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? തെർമൽ എനർജി എന്ത് ചെയ്യും? അക്യൂർ ചെയ്തിട്ട് അവർ എന്ത് ചെയ്യോടാ? അതായത് എനർജി കിട്ടി അവർ എന്ത് ചെയ്യും? ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിൽ എത്തിയിട്ട് അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഇനി സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് ആൽഫ, നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? കറന്റ് ഇലക്ട്രിസിറ്റി ടൈം പഠിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താണെന്ന് അറിയാവോടാ? അവിടെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ, സെമി കണ്ടക്ടേഴ്സിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കുറയും അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി കുറയും. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കുറയുവാണെങ്കിൽ അവരെ നമുക്ക് എന്ത് പറയാം? അവിടെ ആൽഫ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താന്ന് പറയാം? നെഗറ്റീവ് ആണെന്ന് പറയാം. ഇതിപ്പോ നമുക്ക് അസർഷൻ റീസൺ ആയിട്ടൊക്കെ ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? അസർഷൻ പറയാം. എന്തുവാ? ദി കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫോർ സെമി കണ്ടക്ടേഴ്സ് ഈസ് നെഗറ്റീവ്. റീസൺ പറയുന്നത് എന്തുവാ? വൈൽ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അസർഷൻ കറക്റ്റാ, റീസൺ കറക്റ്റാ, അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും. അപ്പൊ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഈ ഒരു സെന്റൻസ് എന്ന് പറയുന്നത്. സെമി കണ്ടക്ടേഴ്സിൽ ആൽഫയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. കാരണം എന്താ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇവരുടെ ഇജിയുടെ വാല്യൂന്റെ ഓർഡർ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇജിയുടെ വാല്യൂ, അതായത് കണ്ടക്ടേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, പിന്നെന്തുണ്ട്? ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. ഇവരുടെ ഇജിയുടെ വാല്യൂ, അതായത് ഇജിയുടെ ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ പറയാം? ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ? ഇൻസുലേറ്റേഴ്സിന്. ഇജി ഐ ഈസ് ഗ്രേറ്റർ ദാൻ ഇജി സെമി കണ്ടക്ടർ ഗ്രേറ്റർ ദാൻ ഇജി കണ്ടക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇതെൻ്റെ മക്കൾ എന്ത് ചെയ്യണോടാ? അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത്, ഇനി നമ്മൾ എന്തിലോട്ട് പോവാ? സെമി കണ്ടക്ടർ. അപ്പൊ നമ്മൾ ഇത്രയും നേരം സെമി കണ്ടക്ടേഴ്സിനെ കണ്ട, അതായത് മെറ്റീരിയൽസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ അതിൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് എടുക്കും. ആ ഒരു സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫുള്ള് പഠിക്കുന്നത്. ആ സെമി കണ്ടക്ടേഴ്സിനെ എന്ത് ചെയ്യാൻ പോവാ? ക്ലാസിഫൈ ചെയ്യാൻ പോവാ. സെമി കണ്ടക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവാ. സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും ഉണ്ട്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും ഉണ്ട്. അതിന്റെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് പ്യൂറസ്റ്റ് ഫോം. അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? സിലിക്കണും ജെർമേനിയം. എന്താ മക്കളെ? സിലിക്കണും ജെർമേനിയം, അതായത് നമ്മുടെ ടെട്രാവാലന്റ് കമ്പോണൻസ്, അതായത് നമ്മുടെ 14th ഗ്രൂപ്പിലുള്ളവർ, അവരെന്താണ്? നമ്മുടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. അവരാണ് എന്ത്? പ്യൂറസ്റ്റ് സെമി കണ്ടക്ടേഴ്സ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സെമി കണ്ടക്ടർ ആണ് എന്ത് മക്കളെ? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, നമ്മുടെ ഡോപ്ഡ് സെമി കണ്ടക്ടർ എന്നൊക്കെ പറയാം. അത് പിന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, എൻ ടൈപ്പും പി ടൈപ്പും. നമുക്കിത് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു അവരെ എന്ത്? പ്യുവർ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ. ഇനി ഇവര് അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാ? 0 കെൽവിൻ. കണ്ടക്ഷൻ ബാൻഡ് ഓഫ് സെമി കണ്ടക്ടർ എന്തായിരിക്കും മക്കളെ? 0 കെൽവിനിൽ കണ്ടക്ഷൻ ബാൻഡ് എന്തായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞു 0 കെൽവിൻ എന്ന് പറയുമ്പോൾ അവിടെ എനർജി ഇല്ല, ഇലക്ട്രോൺസ് എക്സൈറ്റ് ആവുന്നില്ല. അവിടെ കണ്ടക്ഷൻ ബാൻഡ് എങ്ങനെ ആയിരിക്കും? ഫുള്ളി എം ടി ആയിരിക്കും, കംപ്ലീറ്റ്ലി എം ടി ആയിരിക്കും. അപ്പോൾ ആ സെമി കണ്ടക്ടർ എന്തായിട്ട് ബിഹേവ് ചെയ്യോടെ? അങ്ങനെ ഒരു കണ്ടക്ഷൻ ബാൻഡ് ഫുള്ളി എം ടി ആയിട്ടിരുന്ന അവിടെ എന്താ? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ?
കണ്ടക്ട് ചെയ്യോ? ഇല്ല. അപ്പൊ ആ ഒരു സെമി കണ്ടക്ടർ എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഇൻസുലേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പൊ ഓർത്തിരിക്കണം, അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ദാറ്റ് ഈസ് 0 കെൽവിൻ ഇത് സെമി കണ്ടക്ടർ ബിഹേവ് ആസ് ആൻ ഇൻസുലേറ്റർ. ഇനി ടെമ്പറേച്ചർ ഞാൻ കൂട്ടി, ടെമ്പറേച്ചർ എന്ത് ചെയ്തു? ഞാൻ കൂട്ടി. അപ്പൊ വാലൻസ് ഇലക്ട്രോൺസിന് എന്ത് കിട്ടും? ഒരു തെർമൽ എനർജി കിട്ടും. അതെന്ത് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകും. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ സിലിക്കൺ. എന്ത് ചെയ്യുന്നു? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ 0 കെൽവിനിൽ ഇരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കൊടുത്തു. ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ഈ ഇലക്ട്രോൺ എന്ത് ചെയ്തു? എക്സൈറ്റ് ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ഈ ഇലക്ട്രോൺ എന്ത് ചെയ്തു? എക്സൈറ്റ് ചെയ്തു. അത് പുറത്തിറങ്ങി അത് ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് നിൽക്കും അല്ലേ? ഈ ഫ്രീ ഇലക്ട്രോൺ എന്ത് ചെയ്യടാ? കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങും? കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇത് എന്ത് ചെയ്യും? ഒരു കണ്ടക്ഷനിൽ ഏർപ്പെടും. ഓക്കെ അല്ലേ? ഇതാണ് എന്താ ഇൻറ്റൻസീവ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവുക? ഒരു ഇലക്ട്രോൺ കൊണ്ടുള്ള കറണ്ട് ഉണ്ടാവും. അതിനെയാണ് IE എന്ന് വിളിച്ചത്. ഇലക്ട്രിക് ഫീൽഡ് ഇതിന് അക്രോസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യൂടാ? അവിടെ എന്ത് ചെയ്യും? ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ഇലക്ട്രോൺ. കാരണം അതാണ് എന്ത്? ഇലക്ട്രോൺ കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഈസ് കാൾഡ് ഹോൾസ്. അവിടെ ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ അതിനെ എന്ത് വിളിക്കും? ഹോൾസ് എന്ന് വരും. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഇവിടുന്ന് എക്സൈറ്റ് ചെയ്ത് പോയില്ലേ? ആ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഇവിടെ വന്നില്ലേ? ഇതിനെ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഹോൾസ് എന്ന് വിളിക്കുന്നത്. ആ ഹോൾസ് എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് എന്ത് വിളിച്ചത്? ഹോൾ കറണ്ട് എന്ന് വിളിച്ചത്. ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹോൾസ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. അതാണ് എന്ത്? ഹോൾ കറണ്ട് എന്ന് പറയുന്നത്. ഇൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഈസ് ഡ്യൂ ടു ദ ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാക്കുന്ന ആരൊക്കെ? ഈ ഹോളും ഒരു കറണ്ട് ഉണ്ടാക്കും, ഇലക്ട്രോൺ ഒരു കറണ്ട് ഉണ്ടാക്കും. കാരണം എക്സൈറ്റ്മെന്റ് വന്നപ്പോൾ ഒരു ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്തു. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കറണ്ട് ഉണ്ടാക്കും. പിന്നെ ഹോൾസ് എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിന്റെ ആ ഒരു ഡെഫിഷ്യൻസി വന്നില്ലേ? അതാണ് ഹോൾസ്. ആ ഹോൾസ് എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഒരു കറണ്ട് ഉണ്ടാക്കും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും അവിടുത്തെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ കറണ്ട് I ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? IE പ്ലസ് IH എന്ന് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി NE NH അറിഞ്ഞിരിക്കണം. എന്താ NE എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ, ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷനെ വിളിച്ച പേരാണ് എന്ത്? NE. ഒരു യൂണിറ്റ് വോളിയത്തിലെ ഹോൾസിന്റെ കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്താണ് എന്ത്? NH എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇൻറ്റൻസീവ് സെമി കണ്ടക്ടർ ആകുമ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താ? ഒരു ഇലക്ട്രോൺ പോയാൽ അവിടെ ഒരു ഹോൾ ഉണ്ടാവും. 2 ഇലക്ട്രോൺ പോയാൽ അവിടെ 2 ഹോൾ ഉണ്ടാവും. അപ്പൊ അവിടുത്തെ കോൺസെൻട്രേഷൻ, ഇലക്ട്രോണിന്റെയും ഹോൾസിന്റെയും കോൺസെൻട്രേഷൻ എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. നമുക്ക് പറയാം NE മസ്റ്റ് ബി ഈക്വൽ ടു എന്തായിരിക്കും? NH ആയിരിക്കും. എവിടെയാണ്? ഇൻറ്റൻസീവ് സെമി കണ്ടക്ടറിൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇൻറ്റൻസീവ് സെമി കണ്ടക്ടറിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാ? ആ ഒരു പ്യൂർ സെമി കണ്ടക്ടർ ആണ്. അവിടെ ഇലക്ട്രോൺ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, ഹോളും ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ I ഈക്വൽ ടു IE പ്ലസ് IH ആണ്. ഇനി അവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവോ അത്രയും ഹോൾസ് ഉണ്ടാവും. സോ NE ഈക്വൽ ടു എന്താ മക്കളെ? NH ആണ്. ഓക്കെ അല്ലേ? പിന്നെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അതായത് 0 കെൽവിനിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ അല്ലേടാ? ഓക്കെ. ഇനി നമ്മൾ പോകുന്നതാണ് എന്ത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിലോട്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന് 2 ടൈപ്പ് ഒക്കെ ഉണ്ടെന്ന്, P ടൈപ്പും N ടൈപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമുക്കറിയാം ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ നമ്മൾ എന്തോ ചെയ്ത? ടെമ്പറേച്ചർ കൂട്ടി, ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ അവിടെ ഒരു ഹോൾ ഉണ്ടായി. അതായത് അവിടുത്തെ ആ ഒരു കണ്ടക്ടിവിറ്റി നമ്മൾ എപ്പോഴും ടെമ്പറേച്ചർ കൊടുത്തോണ്ടിരിക്കണം അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടുത്തെ ആ കണ്ടക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ? അപ്പൊ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് കണ്ടക്ടിവിറ്റി കൂടിയ ആളെ വേണ്ടേ? ആ കണ്ടക്ടിവിറ്റി കൂട്ടാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ എന്തുണ്ടാക്കുന്നത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലോട്ട് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യും കണ്ടക്ടിവിറ്റി കൂട്ടാൻ. അങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സെമി കണ്ടക്ടറാണ് എന്ത് മക്കളെ? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നുള്ളത്. അപ്പൊ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസിന് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? എക്സ്ട്രിൻസിക് 2 ടൈപ്പ് ആവുന്നത്. ഇപ്പോൾ ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ടു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നമുക്ക് എന്ത് കിട്ടും? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ കിട്ടും. ഈ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് ഇല്ലേ? ഇതിനെ വിളിച്ച പേരാണ് എന്ത്? ഡോപ്പൻസ്. ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസിനെ വിളിച്ച പേരാണ് ഡോപ്പൻസ്. ഇനി ഈ ഒരു പ്രോസസ് ഇല്ലേ? ഇങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ? ഡോപ്പിംഗ്. ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസിനെ വിളിച്ച പേരാണ് ഡോപ്പൻസ്. നമുക്ക് 2 ടൈപ്പ് ഡോപ്പൻസ് ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിക്ക് അനുസരിച്ചാണ് 2 ടൈപ്പ് വരുന്നത്. അപ്പൊ ആ ഒരു ഡോപ്പൻസ് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയാവോ? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ഉണ്ട്, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ഉണ്ട്. ഏതൊക്കെയാ മക്കളെ? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ഉണ്ട്, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ഉണ്ട്. പെന്റാവാലന്റ് എന്ന് തന്നെ പറയുമ്പോൾ നമുക്കറിയാം വാലന്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ, അതിൽ പെന്റാവാലന്റ്. അപ്പൊ അത് ഏത് ഗ്രൂപ്പ് ആയിരിക്കും? 15th ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ അല്ലേ? അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത്, അവരാണ് എന്ത്? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. അവരെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ 14th ഗ്രൂപ്പ്, അവരെയാണ് 14th ഗ്രൂപ്പിലോട്ട് എന്ത് ചെയ്യുന്നത്? ഡോപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് എന്ത്? N ടൈപ്പ്
ടൈപ്പ് സെമി കണ്ടക്ടർ. ഏതാ മക്കളെ? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഇനി തിരിച്ച് നമ്മളൊരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ. അതായത് നമ്മുടെ 13th ഗ്രൂപ്പ് ഫാമിലി, ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇന്ത്യൻ, താലിയം, അവരെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ 14th ഗ്രൂപ്പ്, അതായത് എൻട്രൻസി സെമി കണ്ടക്ടേഴ്സ്, അവരുമായിട്ട് ഡോപ്പ് ചെയ്യുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന സെമി കണ്ടക്ടർ ആണ് എന്ത് മക്കളെ? പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഏതാ മക്കളെ? പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടണമെങ്കിൽ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ഡോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ 15th ഗ്രൂപ്പ്. നമുക്ക് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ഡോപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്താ? പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ഇനി പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് എന്തോന്ന് പറഞ്ഞിട്ട് കണ്ടെയ്ൻ 5 വാലൻസ് ഇലക്ട്രോൺ. എക്സാമ്പിൾ ആണ് എന്താ? ആർസെനിക്, ആന്റിമണി, ഫോസ്ഫറസ്, ബിസ്മത്ത്, എക്സെട്ര. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് പറഞ്ഞാൽ 3 വാലൻസ് ഇലക്ട്രോൺ വേണം. എക്സാമ്പിൾ എന്താ? ഇന്ത്യൻ, ബോറോൺ, അലൂമിനിയം, ഗാലിയം, എക്സെട്ര. ഓക്കെ അല്ലേടാ? ഓക്കെ. ഇനി നമുക്ക് അതിൽ ഓരോന്നിനെയും പോവാം. എന്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നോക്കാം. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കൂടെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. ശരി, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കൂടെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. അപ്പൊ എന്ത് ചെയ്തു? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് ഈക്വൽ ടു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ പ്ലസ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? സിലിക്കൺ അല്ലായിരുന്നു നേരത്തെ ഇവിടെ ഇരുന്നത്. അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആകുമ്പോൾ ഇവിടെ സിലിക്കൺ ആയിരുന്നു. ആ ഒരു സിലിക്കണെ ഞാൻ മാറ്റിയിട്ട് ഒരു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി അർസെനിക്കിനെ കൊണ്ടുവന്നു. എനിക്കറിയാം അർസെനിക് സിലിക്കണിന്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആയിരുന്നു. അർസെനിക് ആകുമ്പോൾ വാലൻസ് ഷെല്ലിൽ എത്രയാണ്? 5 ഇലക്ട്രോൺ ആണ്. അതിൽ ഒരു ഇലക്ട്രോൺ ഇവിടെയായിട്ട് ബോണ്ട് ചെയ്യും, ഒരു ഇലക്ട്രോൺ ഇവിടെ വരും, ഒരു ഇലക്ട്രോൺ ഇവിടെ വരും, ഒരു ഇലക്ട്രോൺ ഇവിടെ വരും. 5ാമത്തെ ഇലക്ട്രോൺ സ്പേസ് ഉണ്ടോ? അല്ലെങ്കിൽ 5ാമത്തെ ഇലക്ട്രോൺ എവിടെയെങ്കിലും ഒരു ഡെഫിഷ്യൻസി, എവിടെയെങ്കിലും ബോണ്ട് ചെയ്യാനുണ്ടോ? ഇല്ല. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുവാടാ? ബോണ്ട് ഇല്ലാതെ ഇവിടെ ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് എന്ത് ചെയ്യും? നടന്ന് കണ്ടക്ട് ചെയ്യും. ഇതിപ്പോൾ ഒരു അർസെനിക്കാണ് ഞാൻ ആഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒരു ഫ്രീ ഇലക്ട്രോൺ, ഞാനൊരു 10,000 അർസെനിക്കിനെ വെച്ച് ഡോപ്പ് ചെയ്താൽ എനിക്ക് 10,000 ഫ്രീ ഇലക്ട്രോൺ കിട്ടും. അപ്പൊ അത്രയും കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും മക്കളെ? കൂടും. അപ്പൊ അബ്സല്യൂട്ട് സീറോ എൻ ടൈപ്പ് എന്ത് തന്നെയാ? ഇൻസുലേറ്റേഴ്സ് തന്നെയാണ്. ഇനി ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും മക്കളെ? കൂടും. ഇനി ഇമ്പ്യൂരിറ്റി ആറ്റത്തിന്, നമ്മളിവിടെ ഇമ്പ്യൂരിറ്റി ആറ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്? അർസെനിക്കാണ്. അർസെനിക്കിനെ എന്തെന്നാ വിളിക്കുന്നത്? ഡോണർ ആറ്റം എന്നാ. കാരണം നോക്കി, 5 ഇലക്ട്രോണുമായിട്ട് വന്നിട്ട് ആ ഒരു ഇലക്ട്രോൺ അവിടെ കിടന്ന് ആർക്ക് കൊടുക്കും, ആർക്ക് ഡൊണേറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് അടക്കാം. അപ്പം ഇവിടെ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിയെ നമ്മൾ എന്ത് വിളിച്ചു? ഡോണർ ആറ്റം എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു മക്കളെ? ഡോണർ ആറ്റം എന്ന് വിളിച്ചു. ഇനി ഓരോ ഡോണർ ആറ്റം എന്താ ചെയ്യുന്നത്? ഡൊണേറ്റ് ചെയ്യുന്ന എത്രയാ? ഓരോ ഫ്രീ ഇലക്ട്രോണെയാണ്. ഓരോ ഡോണർ ആറ്റം ഓരോ ഫ്രീ ഇലക്ട്രോണെ എന്ത് ചെയ്യുന്നത്? ഡൊണേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ എന്താ? എനർജി ബാൻഡ് ലെവൽ ഡയഗ്രാം, എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ അത് എങ്ങനെ ഇരിക്കും? ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ്, ഇതാണ് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ്. എപ്പോഴും ഓർക്കുക, വാലൻസ് ബാൻഡ് ആയിരിക്കും താഴെ, അതിൽ നിന്ന് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്നതാണ് എന്താ? കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അവരുടെ ഡോണർ എനർജി ലെവൽ എവിടെ ആയിരിക്കും? കണ്ടക്ഷൻ ബാൻഡിന്റെ തൊട്ട് താഴോട്ടായിരിക്കും. എവിടെ ആയിരിക്കും? കണ്ടക്ഷൻ ബാൻഡിന്റെ തൊട്ട് താഴോട്ടായിരിക്കും എന്ത്? ഡോണർ എനർജി ലെവൽ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വയ്ക്കണം. ഇനി ഇവിടുത്തെ മെജോറിറ്റി ചാർജ് ഏരിയസ് നോക്കി, ഇവിടെ 5 ഇലക്ട്രോൺ ഉണ്ടായിരുന്നുകൊണ്ട് ഇലക്ട്രോണിന്റെ നമ്പർ എന്ത് ചെയ്തു? കൂടുക ചെയ്തല്ലേ? അർസെനിക് ഒരെണ്ണം കൊണ്ടുവന്നപ്പോൾ 1 ഇലക്ട്രോൺ കൂടി. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് എന്തായിരിക്കും? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിരിക്കും. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും. അവിടുത്തെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരായിരിക്കും? ഹോൾസ് ആയിരിക്കും. ഇനി എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്താ മക്കളെ? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പൊ ഞാൻ ചോദിക്കാം, ഇത് വന്നപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ഇല്ല, അപ്പൊ നെഗറ്റീവ്ലി ചാർജ് അല്ലേ വേണ്ട എന്നൊരു ഡൗട്ട് നമുക്ക് തോന്നും. പക്ഷെ വരാവോ? ഇല്ല. ഞാനൊരു ഇലക്ട്രോണിനെയാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അല്ല, അർസെനിക് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള അർസെനിക് ആറ്റത്തിനെയാണ് കൊണ്ടുവന്നത്. ഇവിടെ ഒരു ഇലക്ട്രോൺ അർസെനിക്കിന്റെ പുറത്തുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ? സ്റ്റെബിലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ന്യൂട്രൽ ആക്കാൻ ഒരു പ്രോട്ടോൺ അർസെനിക്കിന്റെ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? കാണും. കാരണം ഞാൻ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അർസെനിക്കിനെയാണ് കൊണ്ടുവന്നത്, അല്ലാതെ ഒരു ഇലക്ട്രോൺ പുറത്തൊന്നും കൊണ്ടുവരുമല്ല, അർസെനിക് ആറ്റോ കൊണ്ടുവന്നല്ലേ. സോ എന്ത് ചെയ്യത്തില്ലടാ? ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഒന്നും വരത്തില്ല. ഇത് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. അതിന് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ എന്തായിരിക്കും? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഡോണർ എനർജി ലെവൽ ലൈസ് ജസ്റ്റ് ബിലോ ദ കണ്ടക്ഷൻ ബാൻഡ്. ഡോണർ എനർജി ലെവൽ ആർക്ക് താഴെയായിരിക്കും? കണ്ടക്ഷൻ ബാൻഡ് തൊട്ട് താഴെയായിരിക്കും എന്ത് ചെയ്യുന്നത്? ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതിലോട്ട് പോവാണെങ്കിൽ പി ടൈപ്പ് സെമി കണ്ടക്ടർ. നമ്മളിപ്പോൾ എൻ ടൈപ്പ് കഴിഞ്ഞു, ഇനി പി ടൈപ്പ് സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടർ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കൂടെ ആരെ ആഡ് ചെയ്യണം? നേരത്തെ ഞാൻ പെന്റാവാലന്റ് ആഡ് ചെയ്തത്, ഇവിടെ ഞാൻ ആരെ ആഡ് ചെയ്യും? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. എന്ത് ആഡ് ചെയ്യും? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. അതായത് നേരത്തെ ഇവിടെ സിലിക്കൺ ആയിരുന്നു, ഞാൻ ഇപ്പോൾ സിലിക്കണെ മാറ്റിയിട്ട് ഒരു 13th ഗ്രൂപ്പിലെ ട്രൈവാലന്റ്, അതിൽ ഞാനെ കൊണ്ടുവരുന്ന അലൂമിനിയത്തെ കൊണ്ടുവയ്ക്കുകയാണ്. നമുക്കറിയാം അലൂമിനിയത്തിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണെ കാണും? 3 ഇലക്ട്രോണെ കാണും. 3 ഇലക്ട്രോൺ ബോണ്ടിയും ബാക്കി വരുന്ന ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഇവിടെ കിടക്കത്തില്ല. അത് എന്തായി മാറും? ഹോളായിട്ട് മാറും. അപ്പൊ പറഞ്ഞ ഇവിടുത്തെ മെജോറിറ്റി ചാർജ് ഏരിയസ് ആരായിരിക്കും? ഒരു അലൂമിനിയത്തെ കൊണ്ടുവരുമ്പോൾ ഒരു ഹോൾ ഉണ്ടായി, 2 അലൂമിനിയത്തെ കൊണ്ടുവന്നാൽ 2 ഹോൾ ഉണ്ടാവും. അപ്പം ഇവിടുത്തെ മെജോറിറ്റി ചാർജ് ഏരിയസ് ആരായിരിക്കും? ഇവിടെ ഹോൾസ് ആയിരിക്കും. മൈനോറിറ്റി ചാർജ് ഏരിയസ് ആരായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും. ഇനി പി ടൈപ്പ് എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. കാരണം ഞാൻ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു എന്താ കൊണ്ടുവന്നത്? അലൂമിനിയത്തെ കൊണ്ടുവന്നത്. സിലിക്കൺ മാറ്റിയിട്ട് ന്യൂട്രൽ അലൂമിനിയത്തെ കൊണ്ടുവച്ചത്. അതുകൊണ്ട് ഇത് എന്തായിരിക്കും? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും.
ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് എന്താണ്, അബ്സല്യൂട്ട് സീറോയിൽ എന്തായിട്ട് തന്നെ ആക്ട് ചെയ്യും, ഇൻസുലേറ്റേഴ്സ് തന്നെ ആക്ട് ചെയ്യും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, കണ്ടക്ടിവിറ്റി കൂടും. അതുപോലെ ഇവിടെ ഇമ്പ്യൂരിറ്റി ആറ്റത്തെ വിളിച്ച പേര് അക്സെപ്റ്റർ ആറ്റം എന്ന്. കാരണം ഈ ഹോൾ ഇങ്ങനെ ഇരിക്കും, ആരെങ്കിലും ഒരു ഇലക്ട്രോൺ തന്നിരുന്നെങ്കിൽ എനിക്കും കമ്പൈൻ ചെയ്യായിരുന്നു, അങ്ങനെ പറഞ്ഞിരിക്കുകയല്ലേ ഈ ഒരു അലുമിനിയത്തിന്റെ ഹോൾ. അപ്പൊ അതെന്താണ്, അക്സെപ്റ്റർ ആറ്റം എന്ന് നമ്മൾ പറയും. അതുപോലെ ഒരു അക്സെപ്റ്റർ ആറ്റം എന്ത് ചെയ്യും, ഒരു ഹോളിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ 1000 അക്സെപ്റ്റർ ആറ്റം ഉണ്ടെങ്കിൽ 1000 ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, വാലൻസ് ബാൻഡ് ഉണ്ട്. ഇവിടെ അക്സെപ്റ്റർ എനർജി ലെവൽ എവിടെ ആയിരിക്കും, മറ്റേത് ഡോണർ എനർജി ലെവൽ ആയിരുന്നു, അത് എവിടെ ആയിരുന്നത്, നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് താഴെ. ഇവിടെ അക്സെപ്റ്റർ എനർജി ലെവൽ എവിടെ ആയിരിക്കും, ഇവിടെ ആയിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു വാലൻസ് ബാൻഡിന്റെ തൊട്ട് മുകളിലോട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലെ, വാലൻസ് ബാൻഡിന്റെ എവിടെ ആയിരിക്കും, തൊട്ട് മുകളിലോട്ടായിരിക്കും ഇരിക്കുന്നത്. കാരണം എന്താണ്, ഇതിന് ഈ വാലൻസ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കിട്ടി സ്റ്റേബിൾ ആയിക്കൂടെ, അല്ലെങ്കിൽ ആ ഒരു എനർജി ലെവൽ കൂട്ടിക്കൂടെ. അപ്പം വാലൻസ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടി എവിടെ ഇരിക്കും, അക്സെപ്റ്റർ എനർജി ലെവൽ എവിടെ ആയിരിക്കും, വാലൻസ് ബാൻഡിന് തൊട്ട് താഴെയായി തൊട്ട് മുകളിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എക്സ്ട്രിൻസിക് പറഞ്ഞു, നമ്മൾ ഇൻട്രിൻസിക് പറഞ്ഞു. എക്സ്ട്രിൻസിക്കിന്റെ 2 ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു, ഏതൊക്കെയാ, നമ്മുടെ എൻ ടൈപ്പും പി ടൈപ്പും. പിന്നെ ഇജിയുടെ വാല്യൂ വെച്ച് ക്ലാസിഫൈ ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേടാ? ഓക്കെ. ഇനി നമുക്ക് എന്തിലോട്ട് പോകാം, ഒരു പ്യൂർ സെമി കണ്ടക്ടർ ആണെങ്കിൽ നമ്മൾ NE/NH ഒക്കെ എന്താന്ന് പറഞ്ഞായിരുന്നു, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, ഹോളിന്റെ കോൺസെൻട്രേഷൻ ഒക്കെയാണ്. ഒരു പ്യൂർ സെമി കണ്ടക്ടർ, അതായത് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ അവിടെ NE ആർക്ക് ഈക്വൽ ആയിരിക്കും, NH ഈക്വൽ ആയിരിക്കും. അത് ആർക്ക് ഈക്വൽ ആയിരിക്കും, NI ഈക്വൽ ആയിരിക്കും. NI എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് കാൾഡ് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ. ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ എന്തായിരിക്കും, അവർ 3 പേര് ഈക്വൽ ആയിരിക്കും, NE = NH = NI. ഇനി അതൊരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് നടക്കുന്നു, ഡോപ്പിംഗ് നടക്കുന്നുണ്ട്. അവിടെ ചില കേസിൽ ഇലക്ട്രോൺ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിരിക്കും, ചിലർക്ക് ഹോൾസ് എന്തായിരിക്കും, മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിരിക്കും. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് NE × NH = NI². എന്താ മക്കളെ, NE × NH = NI². ഇവിടെ NE എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, NH എന്ന നമ്പർ ഓഫ് ഹോൾസ് പെർ യൂണിറ്റ് വോളിയം, NI എന്താണ്, ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടുത്തെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യണം. ഇപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസോ ഹോൾസോ ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം, NE × NH = NI² യൂസ് ചെയ്യണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question. Pure semiconductor crystal doped by indium so that whole concentration becomes 4.5 into 10 raised to 12 per meter cube. Calculate the new concentration of free electrons. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ള, ഇന്ത്യയുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്യൂർ സെമി കണ്ടക്ടർ എന്ത് ചെയ്യുന്നു, ഇന്ത്യയുമായിട്ട് ഡോപ്പ് ചെയ്യുന്നു. ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇന്ത്യ ഇത് 13th ഗ്രൂപ്പാണ്. അപ്പോൾ അവിടുത്തെ ഹോൾ കോൺസെൻട്രേഷൻ, അവിടെ ഹോൾസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്. ഹോൾസിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, 4.5 into 10 raised to 12 per meter cube ആണ്. എങ്കിൽ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷനെ കണ്ടുപിടിക്കണം, അതായത് NE വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം NE × NH എന്ന് പറഞ്ഞാൽ എന്താടാ, NI² ആണ്. അപ്പോൾ അവിടുന്ന് NE = എന്ത് കിട്ടും, NI² / NH എന്ന് കിട്ടും. NI വാല്യൂ എത്രയാണ്, 9 × 10 raised to 8. അതിൻ്റെ സ്ക്വയർ ആകുമ്പോൾ × 9 × 10 raised to 8 ഡിവൈഡഡ് ബൈ NH എത്രയാണ്, 4.5 × 10 raised to 12. ഇതും ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 കിട്ടും. 2 × 9 എത്രയാണ്, 18 ആണ്. 18 × 10 raised to 16 × 10 raised to -12 എന്ന് വരും. ഇത് എത്ര കിട്ടും, 18 × 10 raised to 4 എന്ന് കിട്ടും. 18 × 10 raised to 4 per meter cube എന്ന് കിട്ടും. ഇതാണ് എന്ത്, നമ്മുടെ ഹോൾ ഫ്രീ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 2. If the ratio of the concentration of electrons to that of holes in a semiconductor is 7/5, അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ടു ഹോൾസ്, അതായത് NE/NH വാല്യൂ എത്രയാണ് തന്നിട്ടുണ്ടടാ, 7/5 ആണ് തന്നിട്ടുണ്ട്. ഇനി അവിടുത്തെ കറണ്ടിന്റെ റേഷ്യോ, അതായത് IE/IH വാല്യൂ എത്രയാണ് തന്നിട്ടുണ്ട്, 7/4 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റീസ്, അവരുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റീസിന്റെ റേഷ്യോ എത്രയാണെന്ന ക്വസ്റ്റ്യൻ. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിലൊക്കെ പഠിച്ചൊരു ഇക്വേഷൻ ആയിരുന്നു എന്താ, I = NaEVD അല്ലെങ്കിൽ വീണ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ വീണു എന്നൊക്കെ. I = NaEVD. ഇവിടുന്ന് VD = എനിക്ക് എങ്ങനെ എഴുതാം, I / NaE എന്ന് എഴുതിക്കൂടെ, എഴുതാം. ഇവിടെ എയും ഇയും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, VD is directly proportional to I/N എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പം ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഡിവൈഡ് ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഹോൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, IE/IH ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം, NH / NE എന്ന് വരും. IE/IHന്റെ വാല്യൂ എത്രയാ, 7/4 ഇൻറ്റു NH/NE എത്രയാ, NE/NH ആണ് 7/5. അപ്പം NH/NE എത്രയാ, 5/7. 7 7 പോയി എത്ര കിട്ടും മക്കളെ, 5/4 എന്ന് കിട്ടും, അല്ലെങ്കിൽ 5:4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്
ഫോർ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റാണ് കറക്റ്റ് എന്ന് നമുക്കറിയാം. പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അവിടെ ആര് വെച്ചാൽ ഡോപ്പ് ചെയ്യുന്നത്? ഒരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ചാൽ ഡോപ്പ് ചെയ്യുന്നത്. അവിടെ ആരായിരിക്കും മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്? ഹോൾസ് ആയിരിക്കും. ആരായിരിക്കും മൈനോറിറ്റി? ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ, ഇലക്ട്രോൺസ് ആർ ദ മെജോറിറ്റി കാരിയേഴ്സ്, തെറ്റ്. ഹോൾസ് ആർ ദ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, ശരിയാണ്. ആൻഡ് ട്രൈവാലന്റ് ആറ്റംസ് ആർ ദ ഡോപ്പൻസ്, കറക്റ്റ് അല്ലേ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. അടുത്ത് നോക്കുമ്പോൾ ഹോൾസ് ആർ ദി മെജോറിറ്റി കാരിയേഴ്സ്, അതുവരെ കറക്റ്റ്. പെൻഡാവാലന്റ് ആറ്റംസ് ആണോ? അല്ല. ഇലക്ട്രോൺസ് ആർ ദി മെജോറിറ്റി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തായി? തെറ്റായി. സോ ആൻസർ ഏതാടാ? ഓപ്ഷൻ 2. അടുത്തത്, സപ്പോസ് എ പ്യുവർ സിലിക്കൺ ക്രിസ്റ്റൽ ഹാസ് 5 × 10⁻28 ആറ്റംസ് പെർ മീറ്റർ ക്യൂബ്. അതായത് ഒരു പ്യുവർ സിലിക്കൺ ക്രിസ്റ്റൽ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ എന്താണ് ആറ്റംസ് എന്ന് പറയുന്നത്, ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ആറ്റം എന്ന് പറയുന്നത് 5 × 10⁻28 ആറ്റംസ് ആണ്. ഇറ്റ് ഈസ് ഡോപ്ഡ് ബൈ എ 1 ppm കോൺസെൻട്രേഷൻ ഓഫ് പെൻഡാവാലന്റ് ആർസെനിക്. ആ ഒരു പ്യുവർ സിലിക്കൺ എന്ന് പറയുമ്പോൾ ഏതാണ്? നമുക്കറിയാം ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ആണ്. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഡോപ്പ് ചെയ്യുന്നല്ലേ. എന്ത് വെച്ചാൽ ഡോപ്പ് ചെയ്യുന്നത്? പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള ഒരു ആർസെനിക് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഡോപ്പ് ചെയ്യുന്നു. അങ്ങനെ വെച്ച് ആർസെനിക് വെച്ചിട്ട് ഡോപ്പ് ചെയ്യുമ്പോൾ അത് പെൻഡാവാലന്റ് ആണ്. അപ്പോൾ അവിടെ ഇലക്ട്രോൺസ് ആയിരിക്കും എന്താ? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. എങ്കിൽ ഇലക്ട്രോൺസ് ഹോൾസ് എത്ര എണ്ണം വീതം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് പെൻഡാവാലന്റ് ആർസെനിക്കുമായിട്ട് ഡോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ എത്ര വെച്ച് ഡോപ്പ് ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്? 1 ppm. അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഓഫ് ഡോണർ ആറ്റംസ്, അതായത് ആർസെനിക് എന്ന് പറയുമ്പോൾ ഡോണർ ആറ്റം അല്ലേ, അതിൻ്റെ എത്ര കിട്ടും? ഇതിൻ്റെ 1 ppm. അപ്പോൾ 5 × 10⁻28. 1 ppm എന്ന് പറയുമ്പോൾ 10⁻6, 1:10⁻6. അപ്പോൾ 10⁻6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 5 × 10⁻22 എന്ന് കിട്ടും അല്ലേ. ഇത് തന്നെ ഈ ഡോണർ ആറ്റം എന്ന് പറയുമ്പോൾ അവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാ? ഇലക്ട്രോൺസ്. അപ്പോൾ ഇത് ഇത്ര 2 ഡോണർ ആറ്റത്തെ കൊണ്ടുവന്നാൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ. അപ്പം ഇത് ആർക്ക് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ NE-യുടെ വാല്യൂ എത്ര കിട്ടി? 5 × 10⁻22 എന്ന് കിട്ടി. എനിക്ക് ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? NH കണ്ടുപിടിക്കണം. എനിക്കറിയാം NE × NH എന്ന് പറഞ്ഞാൽ എന്താടാ? Ni² ആണ്. അപ്പോൾ അവിടുന്ന് NH = Ni² ഡിവൈഡഡ് ബൈ NE എന്ന് കിട്ടും. അപ്പോൾ Ni എത്രയാണ്? 1.5 × 10⁻16 ഇൻറ്റു 1.5 × 10⁻16 അല്ലേ. എനിക്ക് എങ്ങനെ എഴുതാം? 15 × 10⁻15 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ NE ഇപ്പം എത്ര കിട്ടി മക്കളെ? 5 × 10⁻22. ഓക്കെ അല്ലേ. ഇതും ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. 1.5 × 3 എത്രയാ? 4.5 ആണ്. അപ്പോൾ 4.5 × 10⁻31 10⁻22 മുകളിൽ ചെല്ലുമ്പോൾ 10⁻−22 എന്ന് കിട്ടും. ഇത് എത്ര കിട്ടും ഇവിടെ? 4.5 × 10⁻, എത്ര കിട്ടും? 9 എന്ന് കിട്ടും. 4.5 × 10⁻9 എന്ത് കിട്ടും? പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ആൻസർ എത്രയാണ്? നമ്പർ ഓഫ് ഹോൾസിന്റെ കോൺസെൻട്രേഷൻ 4.5 × 10⁻9ഉം ഇലക്ട്രോൺ എത്രയാണ്? 5 × 10⁻22 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളൊരു ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ എന്തിലോട്ട് പോവാണ്? PN ജംഗ്ഷൻ ഡയോഡിലോട്ട് പോവാണ്. അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് PN ജംഗ്ഷൻ. എങ്ങനെയാണ് ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്യുന്നത്? ഞാൻ ആദ്യം പറയുന്നത് എങ്ങനെയാണ്? ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഒരു സൈഡിൽ എന്ത് ചെയ്യുന്നു? P അതായത് പെൻഡാവാലന്റ് കൊണ്ട് ഡോപ്പ് ചെയ്യുന്നു. മറ്റൊരു സൈഡിൽ എന്ത് ചെയ്യുന്നു? ട്രൈവാലന്റ് കൊണ്ട് ഡോപ്പ് ചെയ്യുന്നു. ഓക്കെ അല്ലേ. പെൻഡാവാലന്റ് എന്ന് പറയുമ്പോൾ N ടൈപ്പ്, ട്രൈവാലന്റ് എന്ന് പറയുമ്പോൾ P ടൈപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ P ടൈപ്പ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡോപ്പിംഗ് നടത്തുന്നു. മറ്റൊരു സൈഡിൽ എന്ത് ചെയ്യുന്നു? N ടൈപ്പ് കൊണ്ട് ഡോപ്പിംഗ് നടത്തുന്നു. അപ്പോൾ ഡോപ്പിംഗ് നടത്തുമ്പോൾ എന്ത് ചെയ്യും? ഇതുപോലെ ഇരിക്കും. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി നമുക്കറിയാം ഇവിടെ ഇലക്ട്രോൺസ് N ടൈപ്പ് കൊണ്ട് ഡോപ്പ് ചെയ്ത സ്ഥലത്ത് ഇലക്ട്രോൺസ് എന്തായിരിക്കും? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിരിക്കും. അവിടെ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഈ P ടൈപ്പ് കൊണ്ട് ഡോപ്പിംഗ് നടത്തിയ സ്ഥലത്ത് ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും മക്കളെ? കുറവായിരിക്കാം. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തിലോട്ട് എന്ത് മൂവ് ചെയ്യും? ഇലക്ട്രോൺസ് മൂവ് ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ അല്ലേ N ടൈപ്പ്, ഇവിടെ ഇലക്ട്രോൺസ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് കണ്ടു. ഇതെല്ലാം ഇലക്ട്രോൺസ് ആണ്. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യും. ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്താൽ എന്ത് ചെയ്യും? അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രോൺ കൊണ്ടുള്ള കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. IE എന്ത് ചെയ്യും മക്കളെ? ഇങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യും. കണ്ടോ? ഓക്കെ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോൾസ് അല്ലേ ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഹോൾസ് എന്ത് ചെയ്യടാ? കൂടിയ സ്ഥലത്ത് നിന്ന് ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലോട്ട് ഹോൾസിന് ഡിഫ്യൂസ് ചെയ്യാലോ. ഹോൾസ് ഡിഫ്യൂസ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലേക്ക് ഹോൾ കറണ്ട്. അപ്പോൾ ഹോൾസ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യും. ആ ഡയറക്ഷനിൽ തന്നെ എന്തുണ്ടാവും? ഹോൾ കറണ്ടും ഉണ്ടാവും. അപ്പം ഈ IH Iയും കൂടെ ടോട്ടൽ എന്ത് ചെയ്യും? എത്ര കറണ്ട് ഇങ്ങോട്ടുണ്ട്? IE + IH ഇങ്ങോട്ടില്ലേ? ഈ ഒരു കറണ്ടിനെ വിളിച്ച പേരാണ് എന്ത്? ഡിഫ്യൂഷൻ കറണ്ട്. അതായത് ഡിഫ്യൂഷൻ, മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഡിഫ്യൂഷൻ കൊണ്ടുണ്ടായ കറണ്ട് അതെന്താണ്? IE + IH ആണ്. ആ ഡിഫ്യൂഷൻ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടാവും. നമ്മുടെ ഈ P ടൈപ്പിൽ നിന്ന് N ടൈപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തുണ്ടാവൂടാ? ഒരു ഡിഫ്യൂഷൻ കറണ്ട് ID ഉണ്ടാവും. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി ഡിഫ്യൂഷൻ കറണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടായി. അങ്ങനെ ഉണ്ടായിട്ട് എന്ത് നടക്കും? ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഈ ഹോൾസ് എന്ത് ചെയ്യും?
ഈ ഹോൾസ് ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇങ്ങോട്ട് പോവല്ലേ, ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പം ഇവിടെ എന്ത് ജനറേറ്റ് ചെയ്യും, നമ്മൾ ഇങ്ങോട്ട് ഈ പടം വരയ്ക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ 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 ഇങ്ങനെ ഇലക്ട്രോൺസ് ഇരിക്കുമായിരുന്നു അല്ലേ. ഇവിടെ എന്തുണ്ട്, ഹോൾസ് ആണ്, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇലക്ട്രോൺസ് ഉണ്ട്, ഹോൾസ് ആയിരുന്നു മെജോറിറ്റി ചാർജ് ഏരിയസ്. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യൂടാ, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്ന് ഈ ഹോളുമായിട്ട് ഇത് ചെയ്യും, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്ന് ഈ ഹോളുമായിട്ട് ഇത് ചെയ്യും, ഈ ഒരു ഇലക്ട്രോൺ ഹോളുമായിട്ട് വന്ന് അവരെന്ത് ചെയ്യും അങ്ങ് പോകും. അങ്ങനെ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ എന്ത് ജനറേറ്റ് ചെയ്യും, ഇലക്ട്രോൺ പോയതല്ലേ, ഇവിടെ എന്ത് ജനറേറ്റ് ചെയ്യും, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ഇവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും, ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ഇലക്ട്രോൺസ് വേണ്ട, ഇവിടെ ഇലക്ട്രോൺസ് വരുമല്ലേ, അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. അടുത്ത ഇലക്ട്രോൺ പോകുമ്പോഴും ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും, ഇവിടെ എന്തായതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യും, നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടാക്കും, ഒരു പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്യും, അത് ക്രിയേറ്റ് ചെയ്യും. ഇലക്ട്രോൺസിൻ്റെ ഡിഫ്യൂഷൻ, ഇലക്ട്രോൺസ് ഹോൾസും ഡിഫ്യൂഷൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഈ പി ടൈപ്പിൻ്റെ എൻ ടൈപ്പിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും, ഒരു പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്യുക അവർ ക്രിയേറ്റ് ചെയ്യും. കണ്ടോ, ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്യും അവർ ക്രിയേറ്റ് ചെയ്യും. ആ പൊട്ടൻഷ്യൽ ബാരിയറിന് അക്രോസ് ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് എന്ന ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലോട്ട് എന്തുണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് അല്ലായിരുന്നു, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ഫീൽഡ് വരും, ഒരു ഇലക്ട്രിക് ഫീൽഡ് വരും. അങ്ങനെ ഫോം ചെയ്യുന്ന ഈ ഒരു ലെയർ ആണ് എന്ത്, ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ അവർ ഫോം ചെയ്യുന്ന ഈ ഒരു റീജിയനെയാണ് എന്ത് വിളിച്ചത്, ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിച്ചത്. ആ ഡിപ്ലീഷൻ റീജിയൻ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ എന്ത് വിളിച്ചത്, ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചത്. എന്ത് വിളിച്ചത്, ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചത്. ഓക്കെ അല്ലേ, ഓക്കെ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ആരാ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഇവിടെ ഹോൾസ് എന്താണ്, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായതിൻ്റെ ഫലമായിട്ട് മൈനോറിറ്റി ഇലക്ട്രോൺസിന് എന്ത് സംഭവിക്കുവാടാ, ഡ്രിഫ്റ്റ് നടക്കും. മൈനോറിറ്റി ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൈനോറിറ്റി ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. മൈനോറിറ്റി ഹോൾസ് എന്ത് ചെയ്യും, ഇവിടെ അല്ലേ മൈനോറിറ്റി ഹോൾസ്, അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പം മൈനോറിറ്റി ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് പ്രൊഡ്യൂസ്, ഒരു ഡ്രിഫ്റ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, മൈനോറിറ്റി ചാർജ് ഏരിയസിന് മൂവ്മെന്റ് നടക്കുന്നു. അതുകൊണ്ട് എന്തുണ്ടാവുന്നു, ഒരു ഡ്രിഫ്റ്റ് കറണ്ട്, മൈനോറിറ്റി ചാർജ് ഏരിയസിന്റെ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാക്കുന്ന കറണ്ടാണ് ഡ്രിഫ്റ്റ് കറണ്ട്. ആ ഡ്രിഫ്റ്റ് കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീഴും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവും. എന്തുണ്ടാവും മക്കളെ, ഒരു ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവും. അതിനെയാണ്, അതൊരു കുഞ്ഞു കറണ്ടാണ്, അതിനെ എന്ത് വിളിച്ചു, ഡ്രിഫ്റ്റ് കറണ്ട്. ആ ഡ്രിഫ്റ്റ് കറണ്ട് ആരുടെ ഫലമായിട്ട് ഉണ്ടാവുന്നത്, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഡിഫ്യൂഷന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ് ഡ്രിഫ്റ്റ് കറണ്ട്. മറന്നുപോലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഡിഫ്യൂഷന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നത് ഡിഫ്യൂഷൻ കറണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യുന്നു. അങ്ങനെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്നതാണ് എന്ത്, ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഓക്കെ. അപ്പം ഇനിഷ്യലി ആദ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, അവിടെ പി ടൈപ്പ് എൻ ടൈപ്പും കൊണ്ട് ഡോപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അവർ തമ്മിൽ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് വ്യത്യാസം, വേരിയേഷൻ വരുന്നു, ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഇനിഷ്യലി ഡിഫ്യൂഷൻ കറണ്ട് എന്തായിരിക്കും, ലാർജ് ആയിരിക്കും. ഈ ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സ് നടക്കുന്നതിനനുസരിച്ച് അവിടെ എന്ത് ഫോം ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഡ്രിഫ്റ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനും തുടങ്ങും. അപ്പോൾ നമുക്ക് പറയാം, ഡിഫ്യൂഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് ഡിഫ്യൂഷൻ കറണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും. ഡ്രിഫ്റ്റ് കറണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, കൂടാൻ തുടങ്ങും. അങ്ങനെ ഒരു പ്രത്യേക പോയിന്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ അവിടെ ഡിഫ്യൂഷൻ കറണ്ട് ഡ്രിഫ്റ്റ് കറണ്ട് എന്താ കൂടെ ഈക്വൽ ആവും. അപ്പം നമുക്ക് പറയാം, ആ ഒരു ഇക്വിലിബ്രിയത്തിൽ പി എൻ ജംഗ്ഷനിലൂടെ എന്ത് കാണത്തില്ല, നെറ്റ് കറണ്ട് കാണത്തില്ല. നെറ്റ് കറണ്ട് അവിടെ നെറ്റ് കറണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ അല്ലേ, ഇങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്യുന്നത്. എൻ്റെ ഫിഗർ ആണ് കണ്ടോ, ഇതാണ് നമ്മുടെ ഡിപ്ലീഷൻ ലെയർ. ഇതിന് അക്രോസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഹയർ പൊട്ടൻഷ്യലും ലോവർ പൊട്ടൻഷ്യലോട്ട് എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ആണ് എന്ത്, ബാരിയർ പൊട്ടൻഷ്യൽ. ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റഡ് അക്രോസ് ദ പി എൻ ജംഗ്ഷൻ ഡ്യൂ ടു ദ ഡിഫ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഈസ് കാൾഡ് പൊട്ടൻഷ്യൽ ബാരിയർ. ഓക്കെ അല്ലേ, ഈ പൊട്ടൻഷ്യൽ ബാരിയറിന്റെ വാല്യൂ പഠിച്ചു വയ്ക്കണം. ജെർമീനിയം ആകുമ്പോൾ എത്രയാണ്, 0.3 വോൾട്ടും സിലിക്കൺ ആകുമ്പോൾ എത്ര മക്കളെ, 0.7 വോൾട്ടും ആണ്. സിലിക്കൺ 7 എന്ന് ആലോചിച്ചാൽ മതി, 0.7 വോൾട്ട്. ജെർമീനിയത്തിൽ ഈ ഇല്ല, ഈ 3 ആയിട്ട് എന്ത് ചെയ്യണം. അപ്പോൾ ജെർമീനിയം 0.3 വോൾട്ട്. ഓക്കെ അല്ലേ, ഇനി ആ ഒരു ഫോം ചെയ്ത പി എൻ ജംഗ്ഷൻ ഡയോഡ് സിമ്പിൾ നോട്ട് ചെയ്ത് വെക്കണം. അവിടെ ബാരിയർ വോൾട്ടേജ്, അതായത് പൊട്ടൻഷ്യൽ ബാരിയർ എത്ര തന്നു, സിലിക്കൺ 0.7, ജെർമീനിയം 3 തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്, ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ ആരുടെ മൂവ്മെന്റ് കൊണ്ടാ, മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് കൊണ്ടാണ്. ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ അത് ആരുടെ മൂവ്മെന്റ് കൊണ്ടാണ്, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് കൊണ്ടാണ്. ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, എൻ്റെ മക്കള് നോക്കി വെക്കണം. ഓക്കെ അല്ലേ, അങ്ങനെ നമ്മൾ എന്ത് ഫോം ചെയ്തരാ, പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്തു.
ഇനി അതിൻ്റെ നമുക്ക് ഇനി നോക്കാനുള്ള പ്രത്യേക രണ്ട് കാര്യങ്ങളാണ് ബയാസിങ്. ഫോർവേഡ് ബയാസിങ്ങും ഉണ്ട്, റിവേഴ്സ് ബയാസിങ്ങും ഉണ്ട്. ഇപ്പം നമ്മൾ പഠിച്ച പി ജംഗ്ഷൻ്റെ സിമ്പിൾ ഇല്ലേ, ഇതിൽ ഇതെന്താണ് പി ആണ്, ഇതെന്താണ് എൻ ആണ്. അപ്പോൾ ഫോർവേഡ് ബയാസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പി ടൈപ്പിനെ എടുത്ത് എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് ടെർമിനലായിട്ടും എൻ ടൈപ്പിനെ നെഗറ്റീവ് ടെർമിനലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വിളിക്കുന്ന ആ ഒരു സർക്യൂട്ടിനെ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ബയാസിങ് ആണ് എന്ത്, ഫോർവേഡ് ബയാസിങ് എന്ന് പറയുന്നത്. പി ടൈപ്പ് ഈസ് കണക്റ്റഡ് ടു ദ positive terminal of the battery and n type is connected to the negative terminal of battery. That biasing is known as ഫോർവേഡ് ബയാസിങ്. അങ്ങനെ ബയാസിങ് ചെയ്യുമ്പോൾ നോക്കിയടാ, അങ്ങനെ നമുക്ക് ബയാസിങ് ചെയ്യുമ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ, ഇങ്ങോട്ടാ. കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇലക്ട്രോൺസിൻ്റെ കറണ്ടും ഒക്കെ എങ്ങോട്ടായിരുന്നു, ഇലക്ട്രോൺസിൻ്റെ കറണ്ടും അതും ഒക്കെ എങ്ങോട്ടായിരുന്നു, ഇങ്ങോട്ട് തന്നെയായിരുന്നു അല്ലേ. ഇലക്ട്രോൺസിൻ്റെ കറണ്ട്, അതായത് ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ആ ഇലക്ട്രോൺ കറണ്ട് അതായത് ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരുന്നു, ഇങ്ങോട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഡിഫ്യൂഷൻ കറണ്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ എക്സ്റ്റേണലി വെച്ച് ഈ ഒരു ബാറ്ററി സഹായിക്കുന്നത്. ആ ഡിഫ്യൂഷൻ കറണ്ടിനെ സപ്പോർട്ട് ചെയ്ത് ആ കറണ്ട് കൂട്ടാനാണ് എൻ്റെ ഈ ബാറ്ററി സഹായിക്കുന്നത്. അങ്ങനെ സഹായിക്കുകയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും. കാരണം ഇവിടെ ഇങ്ങനെ വെച്ചപ്പോൾ ആദ്യം ഈ ഒരു എന്താണ് ഡിഫ്യൂഷൻ കൊണ്ട് മാത്രം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ടായി അല്ലേ. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതിന് ശേഷം ഡിഫ്യൂഷൻ കണ്ട് കുറഞ്ഞു വരുമായിരുന്നു. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതേ ഡയറക്ഷനിലാണ് ഞാൻ എൻ്റെ ബാറ്ററി ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ കൂടെ എന്ത് ചെയ്യും, കറണ്ട് പോകും. ആ കറണ്ട് എന്ത് ചെയ്യൂടാ, ഈ ഡിഫ്യൂഷൻ കറണ്ടിനെ സപ്പോർട്ട് ചെയ്യത്തില്ലേ. അപ്പോൾ ഇവിടെ കുറേ കറണ്ട് പൊക്കോണ്ടേ ഇരിക്കത്തില്ലേ. പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അവിടെ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യാൻ അവർ സഹായിക്കുമോ, ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യൂടാ, ഡിക്രീസ് ചെയ്യും. ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യാൻ തുടങ്ങും, ഫോർവേഡ് ബയാസിൽ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ അവിടുത്തെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം നമ്മൾ നേരത്തെ ഡിഫ്യൂഷൻ കറണ്ടും ഡ്രിഫ്റ്റ് കറണ്ടും പറഞ്ഞില്ലേ. ഡിഫ്യൂഷൻ കറണ്ട് മെജോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ ആയതുകൊണ്ട് അതിനെ നമുക്ക് എന്തി പറയാമെന്നറിയാമോ, മില്ലി ആംബിയറിൽ പറയാം. അതിൻ്റെ ചാർജ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് കൊണ്ടാണ് അതിൻ്റെ വാല്യൂ ഇച്ചിരി കൂടുതലായിരിക്കും. എത്രയായിരിക്കും, മില്ലി ആംബിയർ ആയിരിക്കും. ആ സമയത്ത് ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ, കുറവായിരിക്കും. അതിൻ്റെ വാല്യൂ നമ്മുടെ ഡിഫ്യൂഷൻ കറണ്ടിനെ വെച്ച് നോക്കുമ്പോൾ ഡ്രിഫ്റ്റ് കറണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും, കുറവായിരിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം മൈനോറിറ്റി ചാർജ് ചെയ്യുമ്പോൾ അത്രയും ഒരു കറണ്ടല്ലേ അത് പ്രൊഡ്യൂസ് ചെയ്യൂ. അതിനെ നമുക്ക് എന്തി പറയാനേ പറ്റുള്ളൂ, മൈക്രോ ആംബിയർ പറയാനേ പറ്റുള്ളൂ. ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഡ്രിഫ്റ്റ് കറണ്ട് മില്ലി ആംബിയറിലും ഡിഫ്യൂഷൻ കറണ്ട് മില്ലി ആംബിയറിലും ഡ്രിഫ്റ്റ് കറണ്ട് നമ്മൾ എന്തിലാണ് പറയുന്നത്, മൈക്രോ ആംബിയറിലാണ് പറയുന്നത്. ഇനി ഇവിടുത്തെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഐ അപ്പം എന്തിലാണ്, മില്ലി ആംബിയറിലാണ്. ഇവിടെ വോൾട്ട് ഉണ്ട്. എന്ത് ചെയ്യും, ആദ്യം ഈ കറണ്ട് എന്ത് ചെയ്യും, കൂടി വരും. വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കൂടി വരും അല്ലേ, വരും. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നീ വോൾട്ടേജ്, കട്ടിങ് വോൾട്ടേജ്, ത്രെഷോൾഡ് വോൾട്ടേജ്, ഇങ്ങനെ പറയാം. ഒരു നീ വോൾട്ടേജ് എത്താം. ഇപ്പോൾ നമ്മൾ സിലിക്കൺ ആണെങ്കിൽ അത് എത്രയായിരിക്കും, 0.7 വോൾട്ട്. ആ ഒരു ഇതിൽ എത്തുന്നവരെ അത് പയ്യേ കൂടും. ആ ഒരു ബാരിയർ പൊട്ടൻഷ്യലിന് അക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറണ്ട്, ഒരു പൊട്ടൻഷ്യൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഇപ്പോൾ സിലിക്കൺ 0.7 വോൾട്ട്, അതിന് അക്രോസ് ആ ഒരു 0.7 വോൾട്ടിന് അപ്പുറം ഞാൻ ഒരു പൊട്ടൻഷ്യൽ കൊടുത്താൽ എന്ത് ചെയ്യും, അത്രയും പെട്ടെന്ന് ആ ഒരു കറണ്ട് എന്ത് ചെയ്യും, കൂടിക്കൊണ്ടേയിരിക്കും. ആ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ആവാനുള്ള താമസേ ഉള്ളൂ അല്ലേ. ഈ ഒരു വി ബി ആവുന്ന അത്ര വരെ എന്ത് ചെയ്യും, കുറച്ച് കൂടിക്കൊണ്ടിരിക്കും. ഇത് കൂടാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് അക്രോസ് ഉള്ള അപ്ലൈ ചെയ്ത വോൾട്ടേജ് ഇതിന് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കറണ്ട് എന്ത് ചെയ്യണം, പെട്ടെന്ന് അങ്ങ് കൂടും. അതാണ് ഈ ഗ്രാഫ് ഫോർവേഡ് ബയസിന് കേട്ടോ. ഈ ഒരു നീ വോൾട്ടേജ് വരെ എന്ത് ചെയ്യുന്നത്, പയ്യേ കൂടുന്നുള്ളൂ. അത് കഴിഞ്ഞ് ആ ഒരു നീ വോൾട്ടേജിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, കറണ്ട് എന്ത് ചെയ്യടാ, സ്പീഡ് എന്താണ് ഇങ്ങനെ അങ്ങ് പോകും. അതായത് നമ്മൾ PT പീരീഡ് ഒക്കെ കിട്ടിയാണെങ്കിൽ ഷൂ എന്നും പറഞ്ഞ് എന്ത് ചെയ്യടാ, അങ്ങ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ. അതാണ് നമ്മുടെ ഫോർവേഡ് ബയാസിങ്ങിൻ്റെ ഗ്രാഫ്. ഫോർവേഡ് ബയാസിൽ ശ്രദ്ധിക്കേണ്ടത് കറണ്ട് എന്തിലായിരിക്കും, മില്ലി ആംബിയറിലായിരിക്കും. വോൾട്ടേജ് വോൾട്ടിൽ തന്നെയായിരിക്കും. അതിനക്രോസുള്ള ഇതിനെ വിളിച്ച പേരാണ് എന്ത്, നീ വോൾട്ടേജ്, കട്ടിൻ വോൾട്ടേജ് അല്ലെങ്കിൽ ത്രെഷോൾഡ് വോൾട്ടേജ്. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ അറിയേണ്ടതാണ് ഫോർവേഡ് റെസിസ്റ്റൻസ്. ഈ ഒരു ബയാസിൻ്റെ റെസിസ്റ്റൻസ് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, 2 പോയിന്റ് കൺസിഡർ ചെയ്യണം. ഇതിപ്പോൾ ഒരു പോയിന്റ്, ഇത് അടുത്തൊരു പോയിന്റ്. ഈ 2 പോയിന്റും കൺസിഡർ ചെയ്തിട്ട് ഇവിടുത്തെ ഡെൽറ്റ വിയും എടുക്കണം, ഡെൽറ്റ ഐയും എടുക്കണം. ഓക്കെ അല്ലേ. എന്നിട്ട് R കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡെൽറ്റ V ബൈ ഡെൽറ്റ ഐ വേണം എടുക്കാം. നമുക്കറിയാം R എന്ന് പറഞ്ഞാൽ V ബൈ എ. ഇവിടെ ഫോർവേഡ് ബയസിലായതുകൊണ്ട് ചേഞ്ചിങ് വോൾട്ടേജ് ഡിവൈഡ് ബൈ ചേഞ്ചിങ് കറണ്ട് വേണം എന്ത് ചെയ്യാൻ, നമുക്ക് എടുക്കാൻ. അതിനെ വിളിച്ച പേരാണ് എന്ത്, ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന്. നമ്മുടെ ടെസ്റ്റിൽ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. ഓക്കെ അല്ലേ. ഓക്കെ.
ഇനി അടുത്ത നമ്മൾ എന്തിലോട്ട് പോവാ? റിവേഴ്സ് ബയാസിങ്ങിലോട്ട് പോവാം. റിവേഴ്സ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഫോർവേഡ് ബയാസിംഗ് നമ്മൾ എന്തോ പറഞ്ഞ പി ടൈപ്പ് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ആയിട്ടും എൻ ടൈപ്പ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സ് ബയാസിംഗ് എൻ്റെ മക്കൾ എന്നെ പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എടാ? P type is connected to the negative terminal of battery and N type is connected to the positive terminal of battery. നമുക്ക് തന്നെ പറയാൻ പറ്റും. N type എന്ത് ചെയ്യുന്നു? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ടും P type എന്ത് ചെയ്യുന്നു? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കറിയാം ഇത് ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു? ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോയായിരുന്നല്ലേ? അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഫോം ചെയ്തു, ഇവിടെ നെഗറ്റീവ് ഫോം ചെയ്തു. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു? ഈ പോസിറ്റീവ് ഹയർ പൊട്ടൻഷ്യൽ ലോ പൊട്ടൻഷ്യൽ ഇങ്ങോട്ടായിരുന്നു. ആയിരുന്നേ? ആയിരുന്നു. ഇവിടെ ഇപ്പം ഞാൻ ബാറ്ററി കണക്ട് ചെയ്തത് ആറ് ഡയറക്ഷൻ ഈക്വൽ ആയിട്ടാ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈക്വൽ ആയിട്ടാ. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യും? ഡിപ്ലീഷൻ ലെയർ കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ? കാരണം ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യുന്നതിനനുസരിച്ച് ഡ്രിഫ്റ്റ് കറണ്ട് കൂടും, ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. അതിന് സപ്പോർട്ട് ചെയ്യുന്ന കണക്കാ ഇപ്പം ഞാൻ ഇവിടെ ബാറ്ററി വെച്ചേ അല്ലേ? അപ്പം എന്ത് ചെയ്യും? ആ ഇതും കൂടെ ഇലക്ട്രിക് ഫീൽഡിനെ എന്ത് ചെയ്യാൻ തുടങ്ങും? കൂട്ടാൻ തുടങ്ങും. അങ്ങനെ കൂട്ടാൻ തുടങ്ങിയാൽ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് എന്ത് ചെയ്യും മക്കളെ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് എന്ത് ചെയ്യാൻ തുടങ്ങും? കൂടാൻ തുടങ്ങും. വിഡ്ത്ത് ഓഫ് ദി ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. വിഡ്ത്ത് ഓഫ് ദി ഡിപ്ലീഷൻ ലെയർ ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഇവിടെ കറണ്ട് എന്ന് പറയുന്ന ആര് ഉള്ളതാണ്? റിവേഴ്സ് ബയാസിംഗിൽ നമുക്ക് എന്താ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുകയാണെങ്കിൽ മെജോറിറ്റി ചാർജ് ഏരിയസിന്റെ മൂവ്മെന്റ് വല്ലതും നടക്കുമോ? ഇല്ല. അപ്പം ഇലക്ട്രിക് ഫീൽഡിനെ സപ്പോർട്ട് ചെയ്തൊരു കറണ്ട് വന്നാൽ ഇലക്ട്രിക് ഫീൽഡ് കൂടും, മെജോറിറ്റി ചാർജ് ഏരിയസിന് മൂവ്മെന്റ് ഒന്നും ഇല്ലാതാവും. അവിടെ മൂവ്മെന്റേ ഇല്ല, അതുകൊണ്ട് അവിടെ ഡിഫ്യൂഷൻ കണ്ടില്ല. ഇവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരായിരിക്കും? ഡ്രിഫ്റ്റ് ഇലക്ട്രോൺസ്. അതായത് മൈനോറിറ്റി ചാർജ് ഏരിയസിന്റെ മൂവ്മെന്റ് കൊണ്ടുണ്ടായ ഡ്രിഫ്റ്റ് കറണ്ട് എന്ത് ചെയ്യുന്നത്? ഇവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിലാ പറയുന്നത്? മൈക്രോ ആംപിയറിലാണ്. എന്തിലാ പറയുന്നത്? മൈക്രോ ആംപിയറിലാണ്. അതുകൊണ്ട് തന്നെ മൈക്രോ ആംപിയറിലായതുകൊണ്ട് തന്നെ ഇവിടെ അക്രോസ് ഉള്ള കറണ്ട് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. കറണ്ട് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഇനി നമ്മൾ പറയുന്നത് ഇവിടെ എന്ത് ചെയ്യുന്നു? ഓക്കെ, ആദ്യം ഞാൻ വോൾട്ടേജ് കൂട്ടുന്നതനുസരിച്ച് എന്ത് ഇങ്ങനെ കൂടിക്കില്ല, ഇങ്ങനെ എന്ത് ചെയ്യും? പയ്യെ കൂടി വരും. ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കും. അത് ഒന്നും കൂടെ, കാരണം ഡ്രിഫ്റ്റ് ഉണ്ടല്ലേ, കുഞ്ഞിലേ കൂടുള്ളൂ, ചെറുതായിട്ടൊരു വേരിയേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് വി ബി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. എന്താ മക്കളെ? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അങ്ങ് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഇതിങ്ങനെ പെട്ടെന്ന് ആ ഒരു ബ്രേക്ക് എന്ത് ചെയ്ത് അങ്ങ് ബ്രേക്കായിട്ട് എന്ത് ചെയ്യൂടാ? ഇതിങ്ങനെ അങ്ങ് പോവും. ബ്രേക്കായിട്ട് ഇത് എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങ് പോവും. ഓക്കെ അല്ലേ? കാരണം ഇതിന് അക്രോസ് ഉള്ള ആ ഒരു പൊട്ടൻഷ്യൽ കൂട്ടി, അപ്ലൈഡ് വോൾട്ടേജ് ഇതിന് അക്രോസ് ഈ വി ബിയെക്കാളും കൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഇത് എന്ത് ചെയ്യും? നശിച്ചു. ഇത് പിന്നെ വർക്ക് ചെയ്യത്തില്ല. ഇത് എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്തു. അതാണ് എന്ത്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. പിന്നെ എന്ത് ചെയ്യും? കറണ്ട് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് എന്ത്? റിവേഴ്സ് ബയാസിങ്ങിന്റെ ഗ്രാഫ്. ഇതിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യും? സെനറ്റ് ഡയറിൽ ഒന്നുകൂടെ പറയാം. അപ്പൊ ഇതാണ് എന്ത്? നമ്മുടെ റിവേഴ്സ് ബയാസിങ്ങിന്റെ ഗ്രാഫ്. അപ്പൊ റിവേഴ്സും ഫോർവേഡും തമ്മിലുള്ള ആ ഒരു ഗ്രാഫ് വരയ്ക്കാൻ, ഒന്നിൽ വരയ്ക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ വരയ്ക്കാം? നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാവേ. ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ അത് മില്ലി ആംപിയർ ആണ് കറണ്ട്, ഇങ്ങോട്ട് വോൾട്ട്. അതെന്ത് ചെയ്യും? ഇങ്ങനെ പയ്യെ മെല്ലെ വന്ന് ഇങ്ങനെ കൂടും. റിവേഴ്സ് ബയാസ് ആകുമ്പോൾ എന്ത് ചെയ്യൂടാ? ഇവിടുന്നേ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിയുമ്പോൾ അത് ഇങ്ങനെ വരും. ഓക്കെ അല്ലേ? ഇതിങ്ങനെ പോകുന്ന ഈ ഒരു ഇതിനെ വിളിച്ച പേരാണ് എന്ത്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന്. ഇവിടെ കറണ്ട് എന്തിലായിരിക്കും? മൈക്രോ ആംപിയറിലായിരിക്കും. കറണ്ട് എന്തിലായിരിക്കും? മൈക്രോ ആംപിയറിലായിരിക്കും. ഈ ഒരു ഫിഗർ എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്തിലോട്ട് പോകാം? നമ്മൾ പി എൻ ജംഗ്ഷനും റിവേഴ്സ് ബയാസിങ്ങും ഫോർവേഡ് ബയാസിങ്ങും നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കും കഴിഞ്ഞു. നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോകണം. ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ഡയോഡ് വെൻ. ഈ ഒരു ക്വസ്റ്റ്യൻസിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എപ്പോഴൊക്കെയുള്ള? I = 15 മില്ലി ആംപിയറിലും V = -10 വോൾട്ടിലും. I = 15 മില്ലി ആംപിയർ എന്ന് പറയുമ്പോൾ എപ്പോഴുള്ള? ഫോർവേഡ് ബയാസിങ്ങിലെ റെസിസ്റ്റൻസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് RF = അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് കിട്ടും? നമ്മൾ എന്ത് ചെയ്യണ്ടേ? ∆V/∆I. ∆V എടുത്തേ. ഇവിടെ നമുക്ക് 0.7 0.8 അക്രോസ് ഉള്ളതല്ലേ തന്നിട്ടുള്ളൂ. അപ്പോൾ 0.8 - 0.7 3 0.1 ഡിവൈഡഡ് ബൈ കറണ്ട് എത്ര കിട്ടി? 20 മില്ലി ആംപിയർ എന്ന് 10 മില്ലി ആംപിയർ പോയാൽ 10 മില്ലി ആംപിയർ. 0.1 എങ്ങനെ എഴുതാം? 10⁻⁻1 ഡിവൈഡ് ബൈ 10 ഇൻറ്റു മില്ലി എന്ന് പറയുമ്പോൾ 10⁻⁻3. അപ്പോൾ എന്ത് ഈ 10⁻⁻3 കൂടെ മുകളിൽ പോകുമ്പോൾ 10⁻⁻1 ഇൻറ്റു 10⁻3 ഇൻറ്റു 10⁻⁻1 എന്ന് വരും. വരത്തില്ലേ? ഇത് എത്ര കിട്ടും? 10 ഓം എന്ന് കിട്ടും. എത്ര കിട്ടും? 10 ഓം എന്ന് കിട്ടും. ഓക്കെ അല്ലേ? I = 50 മില്ലി ആംപിയറിൽ എന്താണ് റെസിസ്റ്റൻസ്? എത്രയാ? 10 ഓം ആണ്. ഇനി V = -10 വോൾട്ട്. കണ്ടോ? ഇവിടെയുള്ള റിവേഴ്സിലെ. അപ്പോൾ അത് എത്ര കിട്ടുമോടാ? അവിടെ അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്തെടുത്താൽ മതി? V/I അങ്ങ് എടുത്താൽ മതി. V എത്രയാണ്? 10 ആണ്. ഡിവൈഡ് ബൈ I എത്രയാണ്? 1 മൈക്രോ ആംപിയർ എന്ന് പറഞ്ഞാൽ 10⁻⁻6. 10⁻⁻6 മുകളിൽ പോകുമ്പോൾ 10 × 10⁻6 വരും. എത്ര കിട്ടും? 10⁻7 ഓം എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഇവർ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരുന്നെങ്കിൽ RF /
റിവേഴ്സ് ബയാസ് അല്ലേ ആർ ആർ. അപ്പോൾ എത്ര വരും 10 ഡിവൈഡ് ബൈ 10⁻⁷ എന്ന് തന്നെ അത് എത്ര കിട്ടും 10⁻⁻6 എന്ന് കിട്ടിയാണ്. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ NCERTയിലെ ഒരു സോൾഡ് എക്സാമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ potential barrier of 0.5 volt exists across a PN junction. Width of the depletion region is 5 into 10⁻⁷ meter. Find the average electric field density. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇന്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് V = ED. അവിടുന്ന് E = എന്ത് കിട്ടും മക്കളെ V/D എന്ന് കിട്ടും. ഇവിടെ V എത്രയാണ് 0.5 ആണ് ഡിവൈഡ് ബൈ D എത്രയാണ് 5 into 10⁻⁷ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അവിടുന്ന് ഈ 0.5നെ 5 into 10⁻⁻1 എന്ന് എഴുതാം ഡിവൈഡ് ബൈ 5 into 10⁻⁷. 5ഉം 5ഉം വെട്ടിയാൽ 10⁻⁻1 into 10⁻⁷ വരും. അത് എത്ര കിട്ടും 10�6 എന്ന് കിട്ടും. 10�6 വോൾട്ട് പെർ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്ര കിട്ടി 10�6 വോൾട്ട് പെർ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേടാ? ഓക്കെ. ഫൈൻഡ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഈ ഒരു സർക്യൂട്ടിലുള്ള കറണ്ട് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ നോക്കുമ്പോൾ ഇവിടെ 4.5 വോൾട്ട് അപ്ലൈ ചെയ്തേക്കുന്നത്. ബാരിയർ പൊട്ടൻഷ്യൽ 0.5 ആണ്. ഇതിലേക്കൂടി കറണ്ട് ഒഴുകണമെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം ഇത് പോകണം ഈ 0.5 വോൾട്ടിനെ അക്രോസ് ചെയ്യണം. 0.5 വോൾട്ടിനേക്കാളും കൂടണം. അപ്പോൾ എനിക്ക് ഇവിടുത്തെ നെറ്റ് വോൾട്ടേജ് എത്ര കിട്ടും വോൾട്ടേജ് നെറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും 4.5 നിന്ന് 0.5 കുറച്ചാൽ മതി. എത്ര കിട്ടും 4 വോൾട്ട് എന്ന് കിട്ടും. ഇനി എനിക്ക് കറണ്ട് കണ്ടുപിടിക്കാമല്ലോ. I = എന്താണ് V/R ആണ്. V നെറ്റ് എത്ര കിട്ടി 4 വോൾട്ട് എന്ന് കിട്ടി. അപ്പോൾ 4 ഡിവൈഡ് ബൈ R എത്രയാണ് 100 ആണ്. അപ്പോൾ എത്ര കിട്ടും 4 into 10⁻⁻² ആംപിയർ എന്ന് കിട്ടും. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം 0.04 ആംപിയർ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് I. അവിടെ തന്നിട്ടുണ്ട് അസ്യൂം ഡയോഡ്സ് ആർ ഐഡിയൽ. പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് എന്താണ് ഐഡിയൽ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് എനിക്ക് കറണ്ട് കണ്ടുപിടിക്കണം അല്ലേ? ഡയോഡ്സ് ഐഡിയൽ ആണെങ്കിൽ ഐഡിയൽ ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ അവിടെ ശ്രദ്ധിച്ചോണം അവരുടെ റെസിസ്റ്റൻസ് 0 ആയിട്ട് എടുക്കണം. ഒരു ഡയോഡ് ഐഡിയൽ എന്ന് പറഞ്ഞാൽ അതിന് ആ ഒരു ഡയോഡിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് എത്രയായിട്ട് കൺസിഡർ ചെയ്യണം 0 ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്നും റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കറണ്ട് ഇങ്ങനെ പോവുക അല്ലേ? ഇത് ഇങ്ങോട്ട് വരുമ്പോൾ നോക്കി കറണ്ട് ഇങ്ങോട്ടാ ഡയോഡിൻ്റെ ഈ ഒരു നോക്ക് ഇത് നോക്കിയാൽ മതി. ഡയോഡിൻ്റെ ഇങ്ങോട്ടാ ഇങ്ങനല്ലേ? അതായത് ഇതിലേക്ക് എന്ത് ഫോം ചെയ്യില്ല കറണ്ട് ഫോം ചെയ്യില്ല. ഇതിലേക്കൂടി കറണ്ട് വരില്ല. കാരണം ഇതെന്തിലാണ് റിവേഴ്സ് ബയാസിലാണ്. ഇത് ഇങ്ങനെ ഇപ്പോൾ കറണ്ട് ഇങ്ങോട്ടാണ്. ഡയോഡിൻ്റെ ഈ ട്രയാങ്കിൾ എങ്ങോട്ടാന്ന് നോക്കിയാൽ കണ്ടോ രണ്ടും ഒരേ ഇതിലല്ലേ? അപ്പോൾ ഇതിലേക്കൂടി എന്ത് ചെയ്യും ഇത് ഫോർവേഡ് ബയാസിലാണ്. ഇതിലേക്കൂടി എന്ത് ചെയ്യും കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സർക്യൂട്ട് ഒന്നും കൂടെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും ഇവിടെ ഒരു ഡയോഡുണ്ട് ഇവിടെ 15 ohm ഉണ്ട് ഇതിന് അക്രോസ് വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വോൾട്ട് എത്ര മക്കളെ 2 വോൾട്ട് ആണ്. ഇതിലേക്കൂടെ ഒഴുകുന്നതാണ് I. ഇതൊരു D1 ആയിരുന്നു. ഇത് 15. ഇനി എനിക്ക് കറണ്ട് കണ്ടുപിടിക്കാമല്ലോ. I = എന്താണ് V/R ആണ്. V ഇവിടെ ഇപ്പം എത്രയാണ് 2 ആണ്. R ഒരാളേ ഉള്ളൂ 15 ഓമേ ഉള്ളൂ. അപ്പോൾ 2/15 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്ര വരും 2/15 ആംപിയർ. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ അത്രയും ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇനി നമ്മൾ എന്തിലോട്ട് പോവുക നമ്മൾ പി എൻ ജംഗ്ഷൻ ഫോർമേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക സ്പെഷ്യൽ പർപ്പസ് ഡയോഡ് സെനർ ഡയോഡിലോട്ട് പോവുക. ഓക്കെ. ഇനി നമുക്ക് റെക്ടിഫയറിലോട്ട് പോകാം. എന്താ മക്കളെ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് എ സിയിലെ കറണ്ടിനെ ഡി സിയിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് എന്ത് റെക്ടിഫയർ എന്ന് പറയുന്നത്. നമുക്ക് 2 ടൈപ്പ് റെക്ടിഫയേഴ്സ് നമുക്ക് പഠിച്ചിട്ടുള്ളത് അല്ലേ? ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും. അപ്പോൾ ഇതിൽ ആകെ നോക്കുള്ളൂ ഈ ഒരു സർക്യൂട്ട് ഒന്ന് നോക്കി വയ്ക്കുക. ഹാഫ് വേവ് റെക്ടിഫയറിൽ ഡയോഡ് എന്നൊരു ഡയോഡ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്കൂടെ ഒരു വേവ് കടത്തി വിടുക ഇങ്ങനെ ഒരു വേവ് കടത്തി വിടുവാണെങ്കിൽ ഇതിൻ്റെ ഈ പോസിറ്റീവ് ഉണ്ട് ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടല്ലേ? ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് ഈ ഡയോഡ് എന്തായിരിക്കും ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ ഫോർവേഡ് ബയാസിൽ എന്ത് ചെയ്യും അത് എന്ത് ചെയ്യും കടത്തി വിടും. അതിന് ഔട്ട്പുട്ട് ഉണ്ടാക്കും. ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇതിന് എന്തായിരിക്കും ഇവിടെ റിവേഴ്സ് ബയാസിലായിരിക്കും. അപ്പോൾ അതിൽ എന്ത് ചെയ്യത്തില്ല ഔട്ട്പുട്ട് ഉണ്ടാവത്തില്ല. എഗെയിൻ അടുത്ത വേവ് പോസിറ്റീവ് ബയാസ്ഡ് ആണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് അത് ഇതിന് എന്താണ് ഫോർവേഡ് ബയാസ്ഡ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ഉണ്ടാവും. പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് ഉണ്ടാവത്തില്ല അടുത്ത പോസിറ്റീവിന് ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കും എന്ത് കിട്ടുന്നത് നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട് വേവ് കിട്ടുന്നത് എവിടെയാണെങ്കിൽ ഹാഫ് വേവ് റെക്ടിഫയറിലാണെങ്കിൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിലാകുമ്പോൾ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവും. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് റിവേഴ്സ് ബയാസ് ആവും. അപ്പോൾ ഡയോഡ് എന്ത് ചെയ്യത്തില്ല കണ്ടക്ട് ചെയ്യില്ല. അത് എന്തായിട്ട് ആക്ട് ചെയ്യും ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഇതാണ് എന്താ ഹാഫ് വേവ് റെക്ടിഫയർ. അവിടെ നമുക്ക് നോട്ട് ചെയ്യാനുള്ളത് ഇവിടുത്തെ ഫ്രീക്വൻസി ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും. ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും. അതെന്ത് ചെയ്യുക ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് ഫുൾ വേവ് റെക്ടിഫയർ.
എന്താ ഫുൾ വേവ് റെക്ടിഫയർ എന്ന്? ഹാഫ് വേവ് റെക്ടിഫയർ ആകുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അതിൻ്റെ അകത്ത് എന്താണ് പോസിറ്റീവ്, ഒരു ഡയോഡേ ഉള്ളൂ, അതിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഫോർവേഡ് ബയസിലാവും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ റിവേഴ്സ് ബയസ് ആവും. അപ്പോൾ എന്ത് ചെയ്യും? പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് മാത്രമേ ഔട്ട്പുട്ട് ഉള്ളൂ. ഫുൾ വേവ് റെക്ടിഫയറിലാകുമ്പോൾ എന്താണെന്ന് അറിയാമോ, നമ്മൾ അതിനെ സെൻറ്റർ ടാപ്പ് ചെയ്യും. സെൻറ്റർ ടാപ്പ് ചെയ്തിട്ട് 2 ഡയോഡ് എന്ത് ചെയ്യണം, അതുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ 2 ഡയോഡായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ 2ൽ കൂടെ എന്ത് ചെയ്യണം, ഇൻപുട്ട് കടത്തിയിടും. ഇൻപുട്ട് കടത്തിയിടുമ്പോൾ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പോകുമ്പോൾ D1 എന്താവും, ഫോർവേഡ് ബയാസ്ഡ് ആവും, D2 എന്താവും, റിവേഴ്സ് ബയസ്. അപ്പോൾ D1ൽ കൂടെ എന്താവും, കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ എനിക്ക് എങ്ങനെ ഔട്ട്പുട്ട് കിട്ടും? ഇങ്ങനെ കിട്ടും. ഓക്കെ അല്ലേ? ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കടത്തി വിടുമ്പോൾ എന്ത് ചെയ്യും? D2 ഫോർവേഡ് ബയസ്ഡ് ആവും, D1 റിവേഴ്സ് ബയസ്ഡ് ആവും. അപ്പോൾ അവിടെ എനിക്ക് എന്ത് കിട്ടും? ഒരു ഔട്ട്പുട്ട് കിട്ടും. എങ്ങനെ കിട്ടും? ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും, ഇങ്ങനെ പോവും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും എനിക്ക് ടോട്ടൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെ ഇരിക്കും? 1 2 3 4 ഉണ്ടാവും, ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കാനുള്ള ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ടൈംസ് ഇൻപുട്ട് ഫ്രീക്വൻസി ആണ്. ഫുൾ വേവ് റെക്ടിഫയറിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ 2 ടൈംസ് ആയിരിക്കും. ആ ടൈമിൽ നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫയർ ആകുമ്പോൾ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഇൻപുട്ട് ഫ്രീക്വൻസി എന്തായിരുന്നു? ഈക്വൽ ആയിരുന്നു. ഓക്കെ അല്ലേ? ഈ 2 കണ്ടീഷൻ, ഈ ഒരു ഫിഗർ ജസ്റ്റ് നോട്ട് ചെയ്യുക. ഈ 2 കണ്ടീഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് ഇപ്പോൾ കിട്ടുന്ന എന്താണ്? നമുക്ക് എന്തായിരുന്നു റെക്ടിഫയറിൻ്റെ ഫംഗ്ഷൻ എന്ന് നമ്മൾ പഠിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, എന്തായിരുന്നു റെക്ടിഫയറിൻ്റെ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞാൽ AC DC ആക്കാം. എങ്കിലും ഇതിപ്പോൾ നമുക്ക് കിട്ടിയ DC എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പോകേണ്ടതാണ്? ഇങ്ങനെയല്ലേ, ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഇങ്ങനെ ഇരിക്കേണ്ടതാണ് DC. പക്ഷേ ഇപ്പോൾ കിട്ടിയത് ഇങ്ങനെയല്ലേ. ഈ AC അല്ലെങ്കിൽ ഇതിൽ എന്തുണ്ട്? AC കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് AC കമ്പോണൻസ് റിമൂവ് ചെയ്യാൻ നമ്മൾ ഇതിനെ എന്ത് കണക്ട് ചെയ്യുമെന്ന് അറിയാമോ? ഒരു ഫിൽട്ടർ സർക്യൂട്ടായിട്ട് കണക്ട് ചെയ്യുക. ഫിൽട്ടർ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന ആളാണ് എന്ത്? കപ്പാസിറ്റർ. കപ്പാസിറ്റർ എന്തായിട്ട് ഇവിടെ ആക്ട് ചെയ്യണം? ഫിൽട്ടർ ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഫിൽട്ടർ സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുമെന്നോ? അതുകൊണ്ട് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇതുകൂടെ അറിഞ്ഞിരിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? റെക്ടിഫയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്തിലോട്ടാണ് പോകുന്നത്? നമുക്ക് സെനർ ഡയോഡിലോട്ടാണ് പോകേണ്ടത്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ എ ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട് ഓപ്പറേറ്റിംഗ് 15 ഹെർട്സ് മെയിൻ ഫ്രീക്വൻസി, ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇൻ ദ റിപ്പിൾ വുഡ് ബി. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എത്ര ആയിരിക്കും? ഫുൾ വേവ് റെക്ടിഫയർ അല്ലേ? അപ്പോൾ ഇൻപുട്ട് ഫ്രീക്വൻസി 15 ഹെർട്സ് ആണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ഫ്രീക്വൻസി അത് എത്രയായിരിക്കും? 2 ടൈംസ് ഓഫ് ഇൻപുട്ട് ആയിരിക്കും. എത്ര കിട്ടും? 100 ഹെർട്സ് എന്ന് കിട്ടും. എത്ര കിട്ടും? 100 ഹെർട്സ് എന്ന് കിട്ടും. സോ ആൻസർ ഏത് വരും? ഓപ്ഷൻ 4 is the right answer. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ സെനർ ഡയോഡിലോട്ടാണ് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ റെക്ടിഫയർ കഴിഞ്ഞ് ഇനി സെനർ ഡയോഡ്സും പിന്നെ എന്താണ് നമ്മുടെ ഫോട്ടോ ഡയോഡും LED-യും സോളാർ സെല്ലൂടെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ലോജിക് ഗേറ്റ്സോടെ ആകുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. അപ്പോൾ സെനർ ഡയോഡ് എന്താ മക്കളെ? സെനർ ഡയോഡ് എന്ന് അറിയാവൂടാ. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച ഫോർവേഡ് ബയാസിനും റിവേഴ്സ് ബയാസിനും ഇല്ലേ, അതിലെ റിവേഴ്സ് ബയാസിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡയോഡാണ് ഇത് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിൻ്റെ അകത്ത് നമ്മൾ നോട്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്താണ്? അതൊരു ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡാണ്. അതെന്താണ്? ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് അതിനെ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്നറിയാമോ? കാരണം ഇവിടെ നമുക്കറിയാം ഫോർവേഡ് ബയാസ് കഴിഞ്ഞ് റിവേഴ്സ് ബയാസിൽ ഇത് എന്ത് ചെയ്യും? ഇങ്ങനെ വന്ന് ഇവിടെ വെച്ച് എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇല്ലേ, നമ്മൾ പറഞ്ഞായിരുന്നു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? സാധാ ഡയോഡ്സ് ഒക്കെ എന്ത് ചെയ്യും? അവിടെ വെച്ച് നശിച്ചു. പക്ഷേ സെനർ ഡയോഡ് ആണെങ്കിലുണ്ടല്ലോ അത് നശിക്കത്തില്ല. അത് എന്ത് ചെയ്യും? കറണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ നമ്മൾ നോട്ട് ചെയ്യാനുള്ള പോയിന്റ്, നമുക്കൊരു കുഞ്ഞ് വോൾട്ടേജ് ചേഞ്ചാണ് കൊടുത്തെങ്കിൽ പോലും കൊടുക്കുന്നതിൽ പോലും കറണ്ട് എന്ത് ചെയ്യോടാ? അതിൻ്റെ അകത്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അതിനെ എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്? വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സെനർ ഡയോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാ ഡയോഡ്സ് ഒക്കെ എന്ത് ചെയ്യും? റിവേഴ്സ് ബയാസിൽ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? അത് നശിച്ചു പോകും. പക്ഷേ സെനർ ഡയോഡ് എന്ത് ചെയ്യും? അപ്പോഴും വർക്ക് ചെയ്യും. കുഞ്ഞ് വോൾട്ടേജ് ചേഞ്ചിന് പോലും അത് എന്ത് ചെയ്യും? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് അതിനെ എന്തായിട്ട് യൂസ് ചെയ്യാം? വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അതിൻ്റെ സിമ്പിൾ നോട്ട് ചെയ്യണം. നേരത്തെ നമ്മൾ വരച്ച് എന്താണ്? ഡയോഡിന്റെ ട്രയാങ്കിൾ, പിന്നെ എന്താ? ഇങ്ങനൊരു സാധനം ഇത് വരച്ച് എന്തായി? നമ്മുടെ സെനർ ഡയോഡായി. ഇവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ആരെക്കാളും കൂടുതലായിരിക്കും? ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും. ഇനി നമ്മൾ അതിന്റെ സർക്യൂട്ടാണ് നോക്കുന്നത്. സർക്യൂട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് അക്രോസ് എന്ത് ചെയ്യും? ഒരു ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, എപ്പോഴും നമ്മുടെ സെനർ ഡയോഡിന് പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്. അത് കണക്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് വരുന്ന കണ്ട I ആണെങ്കിൽ ഇതിൽ കൂടുതലുള്ള എന്തായിരിക്കും? IZ ആയിരിക്കും. ഇത് IL എന്ന് എഴുതുവാണെങ്കിൽ എനിക്ക് പറയാം IZ ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും?
I മൈനസ് ഐ എല്ലിന് ഈക്വൽ ആയിരിക്കും. I Z is equal to എന്തിന് ഈക്വൽ ആയിരിക്കും? I മൈനസ് ഐ എല്ലിന് ഈക്വൽ ആയിരിക്കും. ഇനി പവർ, സെനറ്റ് ഡയോണിന്റെ പവർ ചോദിച്ചാൽ എന്താണ്? VI അല്ലേ, അപ്പൊ VZ IZ എടുത്താൽ മതി. അതുപോലെ ഈ സെനറ്റ് ഡയോണിന് അക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെയായിരിക്കും എന്ത്, ഈ ഒരു ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് എന്താണ്, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ തിയറി ചോദിക്കാൻ പറ്റുന്നത് എന്താണ്? സെനറ്റ് ഡയോഡ്, വിച്ച് ഡയോഡ് കൺ ബി യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ? ഏതാണ്? സെനറ്റ് ഡയോഡ്. സെനറ്റ് ഡയോഡ് വർക്ക് ചെയ്യുന്ന ബയാസ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? റിവേഴ്സ് ബയാസിന്റെ ബേസിലാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് I and I1 ആൻഡ് കറണ്ട് ത്രൂ സെനറ്റ് ഡയോഡ്. അതായത് നമുക്ക് ഐയും I1ഉം കണ്ടുപിടിക്കണം, കറണ്ട് ത്രൂ സെനറ്റ് ഡയോഡ്, അതായത് ഇതിലേക്ക് കൂടെ തുടങ്ങുന്ന IZ ആണെങ്കിൽ IZ കണ്ടുപിടിക്കണം. I നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാ? ഇവിടെ 500 ഓം, ഇവിടെ 18 വോൾട്ട്. അപ്പൊ I എന്ന് പറയുന്നത് എത്രയായിരിക്കും എടാ? 500. V ഈസിക്കൽ ടു എന്താണ്? IR ആണ്. അപ്പൊ I ഈസിക്കൽ ടു എന്താ? V/R ആണ് അല്ലേ? അപ്പൊ I ഈസിക്കൽ ടു എങ്ങനെ എഴുതാൻ എനിക്ക്? I ഈസിക്കൽ ടു 18 divided by 500 എന്ന് എഴുതാം. ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ക്വസ്റ്റ്യൻ ഫൈൻഡ് I and I1 ആൻഡ് കറണ്ട് ത്രൂ സെനറ്റ് ഡയോഡ്. ഐയും I1ഉം കണ്ടുപിടിക്കണം, സെനറ്റ് ഡയോഡിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ പഠിച്ച സെനറ്റ് ഡയോഡിന്റെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? നോക്കാം. ഇതിൻ്റെ നമുക്ക് I കണ്ടുപിടിക്കണം. I1 എന്ന് പറയുന്നത് എന്താണ്? ഇതിലേക്ക് കൂടെയുള്ള കറണ്ടാണ് IZ, അതായത് സെനറ്റ് ഡയോഡിൽ കൂടെ കറണ്ട് എന്ന് പറയുമ്പോൾ IZ ആണ്. നമുക്ക് ഈസി ആയിട്ട് I1 കണ്ടുപിടിക്കാം. കാരണം എന്താ? നമുക്ക് അതിലേക്ക് കൂടെയുള്ള റെസിസ്റ്റൻസ് അറിയാം, വോൾട്ടേജ് അറിയാം. കാരണം നമുക്കറിയാം സെനറ്റ് ഡയോഡിന് പാരലായിട്ട് എന്ത് കണക്ട് ചെയ്യുന്നത്? ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 6 വോൾട്ട് ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും മക്കളെ? 6 വോൾട്ട് ആയിരിക്കും. അപ്പോൾ I1 ഈസിക്കൽ ടു V ഈസിക്കൽ ടു IR ആണ്. അവിടുന്ന് I ഈസിക്കൽ ടു എന്ത് കിട്ടും? V/R കിട്ടത്തില്ലേ? അപ്പോൾ V എത്രയാണ്? 6 ആണ്. ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. ഈസിക്കൽ ടു എത്ര കിട്ടും? 6 മില്ലി ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ I1 എത്ര കിട്ടി? 6 മില്ലി ആംപിയർ കിട്ടി. ഇനി നമുക്ക് I കണ്ടുപിടിക്കാമല്ലോ. I എങ്ങനെ കണ്ടുപിടിക്കും? നോക്ക്, 18 വോൾട്ട് ആയിരുന്നു ഉള്ളത് അല്ലേ? അതിൻ്റെ അത് 6 വോൾട്ട് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ എത്ര വോൾട്ട് ആണ്? 12 വോൾട്ട് ആണ്. അപ്പോൾ ഇനി അതിലേക്ക് കൂടെ ഉള്ള I കണ്ടുപിടിക്കാമല്ലോ. I ഈസിക്കൽ ടു അവിടുത്തെ വോൾട്ടേജ് 12 ആണ്. 12 ഡിവൈഡഡ് ബൈ 500 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാടാ? 12/500 എന്ന് പറയുമ്പോൾ 12/5 എടുത്താൽ മതിയല്ലോ. 12/5 എന്ന് പറയുമ്പോൾ എത്ര വരും? 2 5s are 10, 2.0, 2.4. അപ്പോൾ എത്ര കിട്ടും? 2.4 ഇൻറ്റു 10⁻². ഈ 10 സ്ക്വയർ മുകളിൽ പോകുമ്പോൾ 10⁻² ആംപിയർ എന്ന് വരും. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 24 മില്ലി ആംപിയർ എന്ന് എഴുതാം. എത്ര എഴുതാം മക്കളെ? 24 മില്ലി ആംപിയർ എന്ന് കിട്ടി. ഐയും കിട്ടി. ഇനി എനിക്ക് സെനറ്റ് ഡയോഡിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാം. കാരണം എനിക്കറിയാം IZ എന്ന് പറഞ്ഞാൽ എന്താണ്? I മൈനസ് IL ആണ്. ഇവിടെ IL ആണ് എന്ത് മക്കളെ? I1. അപ്പൊ 24 മൈനസ് എന്ത് വരും? 6 വരും. ഈക്വൽ ടു എത്ര കിട്ടും? 24 എന്ന് 6 പോയാൽ 18 മില്ലി ആംപിയർ എന്ന് കിട്ടും. എത്ര ആൻസർ? 18 മില്ലി ആംപിയർ. അപ്പൊ സെനറിൽ കൂടെ ഉള്ള കറണ്ട് ചോദിച്ചാലും ലോഡിൽ കൂടെ ഉള്ള കറണ്ട് ചോദിച്ചാലും ടോട്ടൽ കറണ്ട് ചോദിച്ചാലും എൻ്റെ മക്കൾക്ക് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കറണ്ട് ഫ്ലോയിങ് ഇൻ ഈച്ച് ഓഫ് ദി സർക്യൂട്ട്സ് A ആൻഡ് B റെസ്പെക്റ്റീവ്ലി ആർ. അതായത് എനിക്ക് A കൂടെ ഉള്ള കറണ്ടും കണ്ടുപിടിക്കണം, B കൂടെ പോകുന്ന കറണ്ടും കണ്ടുപിടിക്കണം. A നോക്കുകയാണെങ്കിൽ നോക്കി 8 വോൾട്ട് ഉണ്ട്. ഇവിടെ എന്താ? 2 ഫോർവേഡ് ബയസ്. ഇവിടുന്ന് കറണ്ട് വരുന്നത് ഇങ്ങനെയാണ്, 2 ഫോർവേഡ് ബയസിലാണ്. അപ്പോൾ രണ്ടിൽ കൂടെ എന്ത് കണക്ട് ചെയ്യും? കറണ്ട് പോകും. അപ്പം രണ്ടും ഈ ഒരു 4 ഈ 4 എങ്ങനെയാണ്? പാരലാണ്. അപ്പോൾ ഇത് പാരലാണെങ്കിൽ ഇതിന് അക്രോസ് എത്ര വരും? 2 ഓം വരും. 2 ഓം. അത് ആരായിട്ട് കണക്ട് ചെയ്തു? 8 വോൾട്ടുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കറണ്ട് എത്ര? I ഈസിക്കൽ ടു V/R 8/2 വരും. അത് എത്ര കിട്ടും? 4 ആംപിയർ എന്ന് കിട്ടും. അപ്പം ഫസ്റ്റ് സർക്യൂട്ട് എയിൽ എത്രയാണ്? 4 ആംപിയർ. അപ്പോഴേ നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ ചെയ്യുന്നത്. ഇനി നമുക്ക് സർക്യൂട്ട് ബിയും കൂടെ നോക്കാം. ബി നോക്കുകയാണെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ? ഇവിടെ വരുമ്പം ഇത് ഈ ഡയറക്ഷനിൽ തന്നാൽ ഇത് റിവേഴ്സ് ഡയറക്ഷനിൽ. അപ്പോൾ ഇതെന്താ? റിവേഴ്സ് ബയാസ്ഡ് ആണ്. അതിലേക്ക് കൂടി കറണ്ട് പോകത്തില്ല. ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പം നമ്മുടെ സർക്യൂട്ട് ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്, അതിന് അക്രോസ് 4 ഓം ഉണ്ട്. അത് ആരുമായിട്ട് കണക്ട് ചെയ്തു? 8 വോൾട്ടുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് എത്ര കിട്ടും? I ഈസിക്കൽ ടു V/R ഈസിക്കൽ ടു 8/4 ഈസിക്കൽ ടു എത്ര കിട്ടി? 2 ആംപിയർ എന്ന് കിട്ടി. അപ്പോൾ സർക്യൂട്ട് ബി കൂടെ ഉള്ള കറണ്ട് എത്രയാണ്? 2 ആംപിയറും. സർക്യൂട്ട് എ കൂടെ ഉള്ള കറണ്ട് എത്രയാണ് മക്കളെ? 4 ആംപിയറും ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത്, A Zener diode having breakdown voltage equal to 15 volt is used in a voltage regulator. Circuit shown in the figure. The current through the diode is ഈ ഡയോഡിൽ കൂടെ ഉള്ള കറണ്ട് IZ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ ഉള്ള വോൾട്ട് 50 ആണെങ്കിൽ ഇവിടെ അക്രോസ് എത്രയായിരിക്കും മക്കളെ? 15 വോൾട്ട് ആയിരിക്കും. എനിക്ക് IL കണ്ടുപിടിക്കാമല്ലോ. IL ഈസ് ഈക്വൽ ടു എന്താണ്? V/R. അവിടെ വോൾട്ടേജ് എത്രയാ? 15 ഡിവൈഡ് ബൈ R എത്രയാ? 1 കിലോ ഓം. അപ്പോൾ 1000 ഓം ഈസിക്കൽ ടു എത്ര കിട്ടും? 15 ഇൻറ്റു 10⁻³ ആംപിയർ എന്ന് വരും. 50 മില്ലി ആംപിയർ എന്ന് കിട്ടി.
ഓക്കെ അല്ലേ? ഇനി എനിക്ക് ഐ കണ്ടുപിടിച്ചുകൂടി ഇതിൽ എൻ്റർ ചെയ്യുന്നത്. ഐ എന്ന് പറയുമ്പോൾ ഇവിടെ 15 വോൾട്ട് പോയല്ലേ, യഥാർത്ഥത്തിൽ എത്ര ഉണ്ടായിരുന്നു 20 വോൾട്ട്. അപ്പോൾ ഇതിന് അക്രോസ് എത്രയാണ് 5 വോൾട്ട് ആണ്. അപ്പോൾ ഐ എങ്ങനെ കണ്ടുപിടിക്കും? 5/250 ചെയ്യാം. ഓക്കെ അല്ലേ? അത് എത്ര കിട്ടും? 1/15 കിട്ടും അല്ലേ? ഈ 5 25 കിട്ടിയാൽ 1/15 എന്ന് കിട്ടും. ഇനി എനിക്ക് എങ്ങനെ എഴുതാം? 1/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.2 ആണ്. അപ്പോൾ 0.2 × 10⁻⁻1 എന്ന് കിട്ടും അല്ലേ? 1/5 എന്ന് പറയുമ്പോൾ 0.2 × 10⁻⁻1. ഇതിന് എനിക്ക് ഇവിടെ 10⁻³ ആക്കണോ? എന്ത് ചെയ്യണം? 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 10². അപ്പോൾ എത്ര കിട്ടും? 20 മില്ലി ആംപിയർ എന്ന് വരും. എത്ര കിട്ടും? 20 മില്ലി ആംപിയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഐ എത്രയാണ്? 20 മില്ലി ആംപിയർ ആണ്. ഐ എൽ എത്രയാണ്? ഐ എൽ എന്ന് പറയുമ്പോൾ 50 മില്ലി ആംപിയർ ആണ്. അപ്പോൾ ഐ ഇസഡ് ഈസിക്കൽ ടു എന്താണ്? I - IL ആണ്. ഈസിക്കൽ ടു 20 - 50 ഈസിക്കൽ ടു എത്ര കിട്ടും മക്കളെ? 5 മില്ലി ആംപിയർ എന്ന് കിട്ടും. ഐ ഇസഡ് എത്ര കിട്ടും? 5 മില്ലി ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ അടുത്തത് ഫോട്ടോ ഡയോഡ്. സെന ഡയോഡ് കഴിഞ്ഞ് ഇനി എന്താ? ഫോട്ടോ ഡയോഡിലോട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ അടുത്തത് ഏതാണ്? ഫോട്ടോ ഡയോഡ് അല്ലേ? എന്താ മക്കളെ ഫോട്ടോ ഡയോഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുക? കുറച്ച് ഈ ഒരു കാര്യം സെന ഡയോഡിന്റെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് എന്ത് ചെയ്യാന്ന് അറിഞ്ഞു പോയാൽ മതി, ബ്രഷപ്പ് ചെയ്ത് പോയാൽ മതി. ഫോട്ടോ ഡയോഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഒപ്റ്റിക്കൽ സിഗ്നൽസ് ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ? ഫോട്ടോ ഡയോഡ്. ഇനി അത് ആരെല്ലാം വർക്ക് ചെയ്യുന്നതെന്ന് അറിയണം. അതായത് ഏത് കണ്ടീഷനിലാണ്? റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലാണ്. ഓരോന്നിൻ്റെ കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. സെനോ ഡയോഡ് ആകുമ്പോൾ റിവേഴ്സ് ബയസ്ഡ് ആണ്. നമ്മുടെ ഫോട്ടോ ഡയോഡ് എന്താണ്? റിവേഴ്സ് ബയസ്ഡ് ആണ്. ഇനി അവരെ റെപ്രസെന്റ് ചെയ്യുന്നതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. കണ്ടോ, ഇങ്ങനെ ലൈറ്റ് വന്ന് വീഴുക, കണ്ടോ, ഇതാണ് അവരുടെ റെപ്രസെൻറ്റേഷൻ. ആരും മാറിയാൽ തന്നെ ഡയോഡ് മാറും. ലൈറ്റ് വന്ന് വീഴുന്ന റെപ്രസെൻറ്റേഷൻ ചെയ്യാം. അതായത് EG-യേക്കാളും വലിയൊരു ഫോട്ടോൻ്റെ എനർജി വന്ന് വീഴുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു എന്താ അവിടുത്തെ കറണ്ട് ഇൻക്രീസ് ചെയ്യും. അത്രേ ഉള്ളൂ എന്ത് ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്ന എന്തിലാണ്? റിവേഴ്സ് ബയസ്ഡ് ആണ്. അത് എന്തുകൊണ്ട് ഫോർവേഡ് ബയസ് വർക്ക് ചെയ്യുന്നില്ല എന്നും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കാരണം ഈ ഫോർവേഡ് ബയസ് ഓൾറെഡി കറണ്ട് ഈസ് ഹൈ. ഫോർവേഡ് ബയസിൽ ഓൾറെഡി കറണ്ട് എന്താണ്? ഹൈ ആണ്. അപ്പം ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്ത് അവിടെ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും വരത്തില്ല. പക്ഷേ റിവേഴ്സ് ബയസിൽ കറണ്ട് കുഞ്ഞാണ്. അവിടെ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്ന് അറിയാൻ പറ്റും. അതാണ് എന്തുകൊണ്ട് ഫോട്ടോ ഡയോഡിൽ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനായി. ഇനി അവിടുത്തെ ഗ്രാഫ്, റിവേഴ്സ് ബയസിന്റെ ഗ്രാഫ് എങ്ങനെയായിരുന്നു? ഇങ്ങനെ തന്നെ അല്ലായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് കറണ്ട് ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും? അത് കൂടി കൂടി വരും. I1 I2 I3. അതിൽ I3 > I2 > I1 ആയിരിക്കും. ഇത്രയും ജസ്റ്റ് നോട്ട് ചെയ്തേക്കും. ഇനി അടുത്തതാണ് എന്ത്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലെങ്കിൽ LED എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ ആകുമ്പോൾ എന്ത് ചെയ്യും? ലൈറ്റ് ഇവിടെ ഈ ഒരു ഡയോഡാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ലൈറ്റ് എമിറ്റ് ചെയ്യും. അപ്പോൾ കറണ്ട് എന്താ? പുറത്തോട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് വർക്ക്സ് ഓൺ ദി ഫോർവേഡ് ബയസ്. അത് വർക്ക് ചെയ്യുന്നത് ഫോർവേഡ് ബയസിലാണ്. അത് എന്ത് ചെയ്യും? ലൈറ്റ് എമിറ്റ് ചെയ്യും. റിവേഴ്സ് പ്രോസസ് ഓഫ് ഫോട്ടോ ഡയോഡ്. ഫോട്ടോ ഡയോഡിൽ ലൈറ്റ് വന്ന് അടിച്ച് അത് വർക്ക് ചെയ്യുന്നു. ഇത് വർക്ക് ചെയ്ത് ലൈറ്റ് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫോട്ടോ ഡയോഡിന്റെ നേരെ എന്തായിരിക്കും? റിവേഴ്സ് പ്രോസസ് ആയിരിക്കും. ഇത് എന്തായിരിക്കും? ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. ഇനി ഇവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ കോമ്പിനേഷനും അതൊക്കെ റീകോമ്പിനേഷനൊക്കെ ഉണ്ടാവും. ഇനി electrons is in the conduction band comes to valence band by losing energy in the form of radiation. If emitted radiation is in the visible region, then it is called LED. ആ ഒരു എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ വിസിബിൾ റീജിയനിലാണെങ്കിൽ അവർ എന്ത് വിളിക്കും? LED എന്ന് വിളിക്കും. അതിന് ഇൻഫ്രാറെഡിലുള്ളതാണ് ഇതൊക്കെ സിലിക്കണും ജെർമീനിയം. പിന്നെ LED-യിൽ ബാൻഡ് ഗ്യാപ്പിന്റെ വാല്യൂ അറിഞ്ഞിരിക്കുക. എത്ര വരെയാ? 1.8 to 3 ഇലക്ട്രോൺ വോൾട്ട് വരെ ആയിരിക്കും എന്ത് ബാൻഡ് ഗ്യാപ്പിന്റെ ലെവൽ എന്ന് പറയുന്നത്. ഇനി അതിനൊരു എക്സാമ്പിൾ ആണ് ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ്. ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് ആണ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? ഇനി സോളാർ സെൽ. സോളാർ സെൽ എന്ന് പറയുമ്പോൾ അവിടെ ബയാസിങ് ഒന്നും ഇല്ല. ലൈറ്റ് സൺലൈറ്റ് വന്ന് അടിക്കുന്നു, അത് എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. അവിടെ എന്തില്ല? ബയാസ് ഒന്നുമില്ല. അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു സെല്ലായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാനുള്ള അവരുടെ ഒരു ഗ്രാഫ് നോട്ട് ചെയ്യണം. കണ്ടോ, അത് ഏത് ക്വാഡ്രന്റിലാണ് ആക്ട് ചെയ്യുന്നത്? നമ്മൾക്ക് പറയുകയാണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ക്വാഡ്രന്റിലാണ് എന്ത് ചെയ്യുന്നത്? VI ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഗ്രാഫ് ഉള്ളത്. അതിൽ ഈ വോൾട്ടേജിന് അവിടെ ഉള്ളതാണ് എന്ത്? ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. കറണ്ട് ഉള്ളത് എന്താ? കറണ്ടിന്റെ പേരാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ഇത് ജസ്റ്റ് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2. മറ്റേതിൽ അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെയാണ് ജസ്റ്റ് കൂടെ ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. സെനർ ഏതിലാണ്? റിവേഴ്സിലാണ്. ഫോട്ടോ ഡയോഡ് ഏതിലാണ്? റിവേഴ്സിലാണ്. LED ഏതിലാണ്? നമ്മുടെ ഫോർവേഡ് ബയാസിലാണ്. ഈ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പോയാൽ മതിയടാ. അപ്പോൾ ഇവിടെ നോക്കി സ്റ്റേറ്റ്മെന്റ് 1, എ PN ജംഗ്ഷൻ വിത്ത് റിവേഴ്സ് ബയസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫോട്ടോ ഡയോഡ് ടു മെഷർ ലൈറ്റ് ഇന്റൻസിറ്റി. ഒരു PN ജംഗ്ഷൻ റിവേഴ്സ് ബയസിലാണെങ്കിൽ അതിനെ ഫോട്ടോ ഡയോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ലൈറ്റ് ഇന്റൻസിറ്റി അളക്കാൻ. കറക്റ്റ് ആണ്. ഇത് ഫോർവേഡ് ബയസിലാണെങ്കിൽ കറണ്ടിന് വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇല്ല, അപ്പോൾ നമുക്ക് അളക്കാൻ പറ്റത്തില്ല. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയുന്നത്? ഇൻ എ റിവേഴ്സ് ബയസ് കണ്ടീഷൻ ഇത് കറണ്ട് ഈസ് സ്മാൾ ബട്ട് ഇറ്റ് ഈസ് മോർ സെൻസിറ്റീവ് ടു ചേഞ്ച് ഇൻ ഇൻസിഡന്റ് ലൈറ്റ് ഇന്റൻസിറ്റി. കറക്റ്റ് അല്ലേ? റിവേഴ്സ് ബയസ് കണ്ടീഷൻ ആകുമ്പോൾ കറണ്ട് സ്മാൾ ആണ്, അതുകൊണ്ട് തന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഉം 2 ഇവിടെ കറക്റ്റ് അല്ലേ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്.
ഓക്കെ അല്ലേ? ഓക്കെ. നമ്മുടെ ഈ സോളാർ സെല്ലിന്റെ ഈ ഗ്രാഫ് ഉണ്ടല്ലോ, ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നീന് ചോദിച്ചത്. ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഇത് ഏത് ക്വാഡ്രന്റിലാണെന്നുള്ളത്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഈ ഒരു ഫിഗർ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേടാ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഡയറക്റ്റ് എന്തിലോട്ടായിരിക്കും പോകുമ്പോൾ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റ്സിലോട്ടാണ്. അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ ലോജിക് ഗേറ്റ്സ്. നമുക്കറിയാം നീറ്റിനെ സംബന്ധിച്ചാലും ഏത് എൻട്രൻസിനെ സംബന്ധിച്ചാലും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്ക് ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യണം, സെറ്റാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ലോജിക് ഗേറ്റ്സ് 2 ടൈപ്പ് ഗേറ്റ്സ് പഠിക്കാറുണ്ട്. പ്രിൻസിപ്പൽ ഗേറ്റ്സും ഉണ്ട്, പിന്നെന്തുണ്ട്, യൂണിവേഴ്സൽ ഗേറ്റ്സും ഉണ്ട്. എന്താ മക്കളെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ? യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ നാൻഡും നോറും ആണ് എന്ത് മക്കളെ, യൂണിവേഴ്സൽ ഗേറ്റ്സ്. ബാക്കി ഈ നോട്ടും ഓറും ആൻഡും ഒക്കെ എന്താ, പ്രിൻസിപ്പൽ ഗേറ്റ്സ്. അതായത് നമുക്ക് യൂണിവേഴ്സൽ ഗേറ്റ്സിന് എന്താ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നമ്മുടെ ഈ പ്രിൻസിപ്പൽ ഗേറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ എങ്ങനെയാണെന്ന് പറയാം. അപ്പം നാൻഡും നോറും എന്താണ്, യൂണിവേഴ്സൽ. ബാക്കി 3 പേര് എന്താ, പ്രിൻസിപ്പൽ ഗേറ്റ്സ് ആണ്. അപ്പോൾ ഈ 5 ഗേറ്റ്സിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടോപ്പിക്കിൽ ചെയ്യുന്നത്. അതിൻ്റെ അത് ബൈനറി അഡിഷൻ നോക്കി, 0 കൂട്ടിയാൽ 0 തന്നെ, 2 ലോ ഇൻപുട്ട് കൂട്ടിയാൽ ലോ തന്നെ ആയിരിക്കും. ഒരു ലോ ഇൻപുട്ട് ഹൈ ഇൻപുട്ടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിലോ ഹൈ ഇൻപുട്ട് ആയിരിക്കും ആൻസർ. ഒരു ഹൈ ഇൻപുട്ട് ലോ ഇൻപുട്ട് കൂടെ ആഡ് ചെയ്താലും ഹൈ ഇൻപുട്ട് 1 തന്നെയായിരിക്കും ആൻസർ. 2 ഹൈ ഇൻപുട്ട് തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിലോ ഹൈ ഇൻപുട്ട് 1 തന്നെ ആൻസർ. അതാണ് ബൈനറി അഡിഷന്റെ പ്രിൻസിപ്പിൾസ്. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ 2 ലോ ഇൻപുട്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ലോ തന്നെയായിരിക്കും ആൻസർ. ഒരു ലോയും ഒരു ഹൈ ഇൻപുട്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും, ലോ ആയിരിക്കും. പിന്നെ ഒരു ഹൈ ഒരു ലോ ഇൻപുട്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ ആൻസർ എന്തായിരിക്കും, ലോ ആയിരിക്കും. 2 ഹൈ ഇൻപുട്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഹൈ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇനി A+0 എടുത്താൽ അത് A ആയിരിക്കും. A+1 ആണെങ്കിൽ 1 ആയിരിക്കും. A.1ന്റെ വാല്യൂ എത്ര, A ആണ്. A+A ആണെങ്കിൽ അത് A ആണ്. A.A ആണെങ്കിൽ അത് A ആണ്. ഇതെല്ലാം ഔട്ട്പുട്ടും ഇൻപുട്ടും വെച്ചാൽ പറയുന്നത്. അതായത് ഒരു ഹൈ ഇൻപുട്ടും 0 കൂടി ചെയ്താൽ ഹൈ ഇൻപുട്ട് ആയിരിക്കും ആൻസർ. ഹൈ ഇൻപുട്ടും 1 കൂടെ ചെയ്താൽ 1 ആയിരിക്കും ആൻസർ, ഔട്ട്പുട്ട് കിട്ടാം. ഒരു ഹൈ ഇൻപുട്ടും 1 കൂടെ ഡോട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ ഹൈ ഇൻപുട്ട് ആയിരിക്കും ആൻസർ വരിക. അതേ ഉള്ളൂ, ജസ്റ്റ് എന്ത് ചെയ്യാൻ, നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി 0 ബാർ എന്ന് പറഞ്ഞാൽ 1, അതായത് 0 ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തിയിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഒരു ലോ ഇൻപുട്ട് ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തിയിട്ട് നമുക്ക് കിട്ടുന്നത് ഹൈ ഇൻപുട്ട് ആയിരിക്കും. ഹൈ ഇൻപുട്ട് ലോ ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തിവിട്ടാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ലോ ഇൻപുട്ട് ആയിരിക്കും. അപ്പോൾ 0 ബാർ 1 ആണ്, 1 ബാർ 0 ആണ്. ഇനി A+A ബാർ എടുത്താൽ അത് 1 ആണ്. A.A എടുത്താൽ 0 ആണ്. A ബാർ ദ ഹോൾ ബാർ അത് A തന്നെയാണ്. ഇതെന്താ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ യൂസ് ചെയ്യാം. ഇനി നമുക്ക് അറിയേണ്ടതാണ് ഡി മോർഗൻസ് തിയറം. A+B ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം, A ബാർ ഡോട്ട് P ബാർ എന്ന് എഴുതാം. AB ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, A ബാർ പ്ലസ് B ബാർ ആണ്. ഇതാണ് നമ്മുടെ ഡി മോർഗൻസ് തിയറം. ഓക്കെ അല്ലേ? ഇത്രയാണ് നമുക്ക് എന്തുണ്ട്, ഗേറ്റ്സിനെ പറ്റിയിട്ടുള്ള തിയറിയിൽ നമുക്ക് അറിയേണ്ടത്. ഇനി നമുക്ക് ഓരോ ഗേറ്റ്സ് വീതം നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു നോട്ടുണ്ട്, ഓറുണ്ട്, ആൻഡ് ഉണ്ട്, നാൻഡ് ഉണ്ട്, നോറുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ നോട്ട്, ഓറും, ആൻഡും ഒക്കെ എന്താണ്, നമ്മുടെ പ്രിൻസിപ്പൽ ഗേറ്റ്സ് ആണ്. അവരുടെ സിമ്പിൾ അറിഞ്ഞിരിക്കുന്നത്. നോട്ട് ഗേറ്റ് ആകുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, പിന്നെ ഇപ്പുറത്തൊരു സർക്കിൾ, അതാണ് സിമ്പിൾ. ഓർ ഗേറ്റ് ആകുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെ ഒരു സിമ്പിളാണ്. ഇനി ആൻഡ് ഗേറ്റ് ആകുമ്പോൾ അതിൻ്റെ D ആണ് അതിൻ്റെ സിമ്പിൾ. കണ്ടോ, ബൂളിയൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ y ഈക്വൽ ടു ഇതെന്താണ്, എയുടെ നേരെ ഓപ്പോസിറ്റ് ഇട്ട് A ബാർ ഇട്ട്. ഇവിടെ ആകുമ്പോൾ ഇത് ജസ്റ്റ് ആഡ് ചെയ്താൽ, ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. A+B ആണ്. ഈ ആൻഡ് ഗേറ്റ് ആകുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യണം. A.B ആണ്. ഇനി ഇലക്ട്രിക് അനലോഗ് സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ നോക്കാം. നോട്ട് ഗേറ്റിന്റെ സർക്യൂട്ടാണ് ഇത്. കണ്ടോ, ഇതിനകത്ത് A ക്ലോസ് ആക്കിയാൽ ബൾബ് എന്ത് ചെയ്യത്തില്ല, കത്തത്തില്ല. കാരണം ഇതിലേക്ക് കൂടി ഇതിങ്ങി പാസ് ചെയ്യും. A ഓപ്പൺ ആയിരുന്നാലേ ഇത് കത്തുള്ളൂ. കാരണം A ഓപ്പൺ ആകുമ്പോൾ 0 ആണ് ഇൻപുട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ബൾബ് കത്തുന്നതുകൊണ്ട് ഔട്ട്പുട്ട് 1 ആവും. A ഞാൻ ക്ലോസ് ആക്കിയാൽ എന്ത് കിട്ടും, ഇൻപുട്ട് 1 ആക്കി. അപ്പോൾ ഔട്ട്പുട്ട് ബൾബ് ഗ്ലോ ചെയ്യോ, ഇല്ല, അപ്പോൾ 0 ആവും. അങ്ങനെ വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഓർ ഗേറ്റ് ആകുമ്പോൾ നോക്കി, ഇതിൽ A ക്ലോസ് ആക്കിയാൽ, ഏതർ A ഒന്ന് ക്ലോസ് ആക്കിയാലും ബൾബ് എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും. സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ബൾബ് ഗ്ലോ ചെയ്യും. ഏതർ B ഞാൻ ഒന്ന് ക്ലോസ് ആക്കിയാലും ഈ ഒരു വരി പോയിട്ട് എന്ത് ചെയ്യും, സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ബൾബ് എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും. Aയും Bയും ഞാൻ എന്ത് ചെയ്തു, ഓൺ ആക്കി, 1 ആക്കിയാലും എന്ത് ചെയ്യും, ഈ സർക്യൂട്ട് ഇതിലേക്ക് കൂടെ പോയി ബൾബ് എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും. Aയും B ഓപ്പൺ ആക്കിയ സർക്യൂട്ട് ഗ്ലോ ചെയ്യോ, സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യോ, ഇല്ല, ആ ഒരു ബൾബ് എന്ത് ചെയ്യത്തില്ല, ഗ്ലോ ചെയ്യത്തില്ല. അപ്പം ഇവിടെ അതുകൊണ്ട് എന്താണ്, നമുക്കിത് ഏതിൻ്റെ ഗേറ്റാന്ന് പറയാം, ഓർ ഗേറ്റാന്ന് പറയാം. ഇനി ആൻഡ് ഗേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സർക്യൂട്ട് അനലോഗ് ആണ് ഇത്. ഇവിടെ ഇപ്പോൾ A ഒന്ന് ക്ലോസ് ആക്കി B ഓപ്പൺ ആക്കി, സർക്യൂട്ട് കംപ്ലീറ്റ് ആവില്ല, ബൾബ് ഗ്ലോ ചെയ്യത്തില്ല. A ഓപ്പൺ ആക്കി B ക്ലോസ് ആക്കി, അപ്പോഴും സർക്യൂട്ട് എന്ത് ചെയ്യില്ല, കംപ്ലീറ്റ് ആവത്തില്ല, ബൾബ് ഗ്ലോ ചെയ്യത്തില്ല. രണ്ടും ഓപ്പൺ ആക്കിയിട്ടാലും സർക്യൂട്ട് കംപ്ലീറ്റ് ആവത്തില്ല, ബൾബ് ഗ്ലോ ചെയ്യത്തില്ല, ഔട്ട്പുട്ട് കിട്ടത്തില്ല. Aയും Bയും ഞാൻ ക്ലോസ് ആക്കി, അപ്പോൾ എന്ത് ചെയ്യും, ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും, ബൾബ് ഗ്ലോ ചെയ്യും, എനിക്ക് ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചാണ് നമ്മൾ ഏത് ഗേറ്റ് ആണ് തിരഞ്ഞുപിടിക്കാൻ. ഇനി ട്രൂത്ത് ടേബിൾ. ഇൻപുട്ട് കൊടുക്കുന്ന ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ കിട്ടും. ഇൻപുട്ട് കൊടുക്കുന്ന ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തിട്ട്, ലോ കിട്ടും. എന്നില്ല, നോട്ട് ഗേറ്റിൽ. ഓർ ഗേറ്റ് ആകുമ്പോൾ 0 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ 1, 0 ആണെങ്കിൽ 1, 1 ആണെങ്കിൽ 1. അതായത് 2 ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആണെങ്കിൽ എന്ത് കിട്ടും, ഹൈ കിട്ടും. അല്ല 2 ഹൈ ആണെങ്കിൽ ഹൈ കിട്ടും. അതാണ് ഓർ ഗേറ്റിൽ. ആൻഡ് ഗേറ്റിലാകുമ്പോഴോ 0 ആണ്, 0 1 0 ആണ്, 1 0 1 0 ആണ്, 1 1 1 ആണ്. അതായത് 2 ഇൻപുട്ട് ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടൂ. അതാണ് എന്താ, ആൻഡ് ഗേറ്റ്.
ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് എന്ത്? നാൻഡ് ഗേറ്റും നോർ ഗേറ്റും. ഇത് രണ്ടും എന്ത് മക്കളെ? യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്ത്? യൂണിവേഴ്സൽ ഗേറ്റ്സ്. ഇവിടെ എന്തോ പ്രത്യേകത? ഈ ആൻഡ് ഗേറ്റില്ലേ നമ്മൾ നേരത്തെ പഠിച്ചത് ഈ ആൻഡ് ഗേറ്റ്, ഈ ആൻഡ് ഗേറ്റിനെ നോട്ട് ഗേറ്റുമായിട്ട് ഇത് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്ന എന്ത്? നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇതിനെ അപ്പോൾ സിമ്പിൾ എങ്ങനെ ആയിരിക്കും? സിമ്പിൾ എന്ന് പറയുമ്പോൾ ആ ആൻഡ് ഗേറ്റ് അതിൻ്റെ ഇപ്പുറത്തൊരു നോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതായിരിക്കും എന്ത്? നാൻഡ് ഗേറ്റിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇനി നോർ ഗേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഓർ ഗേറ്റ് ഇല്ലേ, ഇതാണ് നമ്മുടെ ഓർ ഗേറ്റ്. അതിനെ നോട്ട് ഗേറ്റുമായിട്ട് എന്ത് ചെയ്യണം? കൂട്ടിച്ചേർക്കണം. അപ്പം നമുക്ക് കിട്ടുന്നതാണ് നോർ ഗേറ്റ്. അപ്പോൾ ഇതിന്റെ സിമ്പിൾ എന്ത് വരും? നമ്മൾ നേരത്തെ പഠിച്ച ഓർ ഗേറ്റിന്റെ ഇപ്പുറത്ത് ഒരു ഉണ്ടയും കൂടെ ഇട്ടു. കണ്ടോ? ഇതാണ് എന്ത് മക്കളെ? നമ്മുടെ നോർ ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചേച്ചി കൂടെ നന്നായിട്ട് പഠിച്ചാൽ അതെങ്ങനെ ഇരിക്കും? ഇങ്ങനെ. ഇതാണ് നമ്മുടെ നോർ ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നാൻഡ് ഗേറ്റിന്റെ സിമ്പിളായി, നോർ ഗേറ്റിന്റെ സിമ്പിളായി. നമ്മൾ നേരത്തെ നമുക്ക് ഇതൊന്നോട്ടൊന്ന് താഴോട്ടാക്കാവേ. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? ഓർ ഗേറ്റ് ആണെങ്കിൽ 0 0 0 ആണ്. 0 1 എന്താണ്? 1 ആണ്. 1 0 എന്ത് കിട്ടും? 1 കിട്ടും. 1 1 ആണെങ്കിലും 1 കിട്ടും. ഇതാണ് ഓർ ഗേറ്റ്. ഇതിന്റെ നേരെ ഓർ ഗേറ്റിനെ എന്ത് ചെയ്യുന്നു? നോട്ട് ഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? നേരെ ഇതെടുക്കണം. 0 ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കണം. അപ്പം ഇത് ഓർ ഗേറ്റ് ആണെങ്കിൽ നോർ ഗേറ്റ് എഴുതാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. 0 ആണെങ്കിൽ അത് 1 ആവും, 1 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ 0. കണ്ടോ? ഇതാണ് നമ്മുടെ നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ആൻഡ് ഗേറ്റ് എഴുതിയപ്പോൾ എങ്ങനെ? 0 0 ആണെങ്കിൽ 0 ആണ്, 0 1 ആണെങ്കിൽ 0 ആണ്, 1 0 ആണെങ്കിൽ 0 ആണ്, 1 1 ആണെങ്കിൽ മാത്രം 1. ഇത് ആൻഡ് ഗേറ്റിന്റെ ആണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അവിടുത്തെ നാൻഡ് ഗേറ്റ് എന്ത് വരും? ആൻഡ് ഗേറ്റിന്റെ നോട്ട് ആയിട്ട് ചെയ്യുമ്പോഴേ നാൻഡ് ഗേറ്റ് കിട്ടും. അപ്പൊ 0 ആണെങ്കിൽ 1 വരും, 0 ആണെങ്കിൽ 1 വരും, 0 ആണെങ്കിൽ 1 വരും, 1 ആണെങ്കിൽ 0 വരും. അപ്പൊ ഇതാണ് നമ്മുടെ നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ y = a+a.b ആണ് ആൻഡ് അതിനെ എന്ത് ചെയ്യണം? നോട്ട് ആയിട്ട് ചെയ്ത്. അപ്പൊ എന്ത് ചെയ്ത്? ബാർ വന്നു, a.b ബാർ. ഇവിടെ നോട്ട് ഗേറ്റ് ആകുമ്പോൾ ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ a+b ആണ്, അതിനെ എന്ത് ചെയ്തു? നോട്ട് ഗേറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു ബാർ വന്നു. കണ്ടോ? ബൂളിയൻ എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. ഇനി ഇലക്ട്രിക് അനലോഗ് വെച്ച് നോക്കി. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു സർക്യൂട്ട് എന്ത് ചെയ്യുന്നടാ? ക്ലോസ് ചെയ്യുന്നു. ഈ സർക്യൂട്ട് ഒന്നും ക്ലോസ് ചെയ്ത് ഒന്നും ഓപ്പൺ ആക്കി വെച്ചാൽ ഈ ബൾബ് ഗ്ലോ ചെയ്യും. കാരണം എന്താ? ഇതിന് ഇങ്ങനെ കയറി ഈ വഴി ഇങ്ങനെ കയറി പോകാൻ പറ്റും. ഇനി ഇത് ഞാൻ ക്ലോസ് ആക്കി ഇത് ഓപ്പൺ ആക്കി വെച്ചാൽ ഇങ്ങനെ പോയി എന്ത് ചെയ്യും? ബൾബ് ഗ്ലോ ചെയ്യും. രണ്ടും ഞാൻ എന്ത് ചെയ്തു? ക്ലോസ് ആക്കി. രണ്ടും ക്ലോസ് ആക്കിയ ഇത് എന്ത് ചെയ്യൂടാ? ഈ ഒരു കറണ്ട് എങ്ങോട്ട് വന്ന് ഈ ഒരു സർക്യൂട്ട് കയറി വരും. അപ്പോൾ ഈ ബൾബ് ഗ്ലോ ചെയ്യത്തില്ല. രണ്ടും ഓപ്പൺ ആക്കി വെച്ചാൽ എന്ത് ചെയ്യും? ബൾബ് ഗ്ലോ ചെയ്യുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ ഇലക്ട്രിക് അനലോഗ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഏതാണ്? നോർ ഗേറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കി. ഇവിടുന്ന് കറണ്ട് ഇങ്ങനെ വരുവാണ്. ഓക്കെ അല്ലേ? ഇത് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഇതെന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഇത് ഓപ്പൺ ആക്കി. അപ്പൊ ഈ ബൾബ് ഗ്ലോ ചെയ്യോ? ബൾബ് ഗ്ലോ ചെയ്യത്തില്ല. കാരണം ഇത് എന്ത് ചെയ്യും? ഇതിലേക്ക് കൂടെ ഇറങ്ങി വരും. ബൾബ് ഗ്ലോ ചെയ്യത്തില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് ഓപ്പൺ ആക്കി, ഇത് ക്ലോസ് ആക്കി. അപ്പോഴെന്ത് ചെയ്യും? ഇതിലേക്ക് കൂടി ഇറങ്ങി വരും. ബൾബ് ഗ്ലോ ചെയ്യത്തില്ല. രണ്ടും ഞാൻ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. രണ്ടും ക്ലോസ് ചെയ്താൽ നോക്ക്, ഇത് രണ്ടിൽ കൂടി ഇറങ്ങി വരും. അപ്പോഴും ബൾബ് ഗ്ലോ ചെയ്യത്തില്ല. ഇത് രണ്ടും ഓപ്പൺ ആക്കി വെച്ചാൽ മാത്രമേ എന്ത് ഈ സർക്യൂട്ട് ഇങ്ങനെ പോയി ഈ ബൾബ് കത്തിച്ച് ഇങ്ങനെ വരും. അപ്പൊ 2 0 കിട്ടുമ്പോൾ മാത്രമേ ഇവിടെ എന്ത് കിട്ടുന്ന? ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ഫിഗർ തന്നിട്ട് അത് ഏത് ഗേറ്റിന്റെ എന്ന് വെച്ചാൽ നമ്മൾ ആ സർക്യൂട്ടിലൂടെ എന്ത് ചെയ്യണം? ഒന്ന് വരച്ചു നോക്കണം. ബൾബ് എപ്പോഴൊക്കെ ഗ്ലോ ചെയ്യാം, വേറെ ഏത് പാത്തി കൂടെ പോകാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്തിലോട്ട് പോകാം? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തൊക്കെ നമുക്ക് പറയാം? ഈ ഒരു ഗേറ്റിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു നാൻഡിന്നും നോറിന്നും നമുക്ക് ബാക്കിയുള്ള ഗേറ്റ്സിനെ, പ്രിൻസിപ്പൽ ഗേറ്റ്സിനെ ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഒരു നാൻഡ് എടുത്ത് അതായത് നോക്ക്, ഇതല്ലേ നമ്മുടെ നാൻഡ് ഗേറ്റ്. ഈ നാൻഡ് ഗേറ്റിൻ്റെ ഈ 2 ഇൻപുട്ടും കൂടെ ഒന്നിച്ച് വെച്ചാൽ എനിക്ക് നോട്ട് കിട്ടും. എന്ത് കിട്ടും? നോട്ട് കിട്ടും. അങ്ങനെ 2 നാൻഡ് എടുത്ത് ജോയിൻ ചെയ്താൽ, 2 നാൻഡ് ഗേറ്റ് എടുത്ത് ജോയിൻ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് അറിയാമോ? ആൻഡ് ഗേറ്റ് തന്നെ കിട്ടും. ഇനി 3 നാൻഡ എടുക്കുന്നെങ്കിൽ, 3 നാൻഡ ഒരു ക്വസ്റ്റിനി തരുന്നെങ്കിൽ അവരെ തമ്മിൽ ജോയിൻ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ഓർ ഗേറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഓർ ഗേറ്റ് ഉണ്ടാക്കാൻ എനിക്ക് 3 നാൻഡ് വേണം. ഒരു ആൻഡ് ഗേറ്റ് ഉണ്ടാക്കാൻ എനിക്ക് 2 നാൻഡ് വേണം. ഒരു നോട്ട് ഉണ്ടാക്കാൻ അത് എന്ത് ചെയ്താൽ മതി? എൻ്റെ ഇൻപുട്ട്സ് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നാൻഡ് ഗേറ്റിൽ നിന്ന് ഓരോ ഗേറ്റ്സ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് നോർ ഗേറ്റ്സിൽ നിന്ന് ഉണ്ടാക്കണം. നോർ ഗേറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു നോർ എടുത്ത് അതിൻ്റെ ഇൻപുട്ട് തമ്മിൽ ജോയിൻ ചെയ്താൽ, എനിക്ക് എന്ത് കിട്ടും? നേരത്തെ പറഞ്ഞ പോലെ നോട്ട് ഗേറ്റ് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി 2 നോർ എടുക്കുകയാണെങ്കിൽ എനിക്കപ്പോൾ എന്ത് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞേ? ഒരു ഓർ ഗേറ്റ് കിട്ടാം. 3 നോറ എടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നെങ്കിൽ എനിക്ക് എത്ര കിട്ടും? 3 നോർ ഗേറ്റ് ജോയിൻ ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഗേറ്റ് ഏതായിരിക്കും? ആൻഡ് ഗേറ്റ് ആയിരിക്കും.
ഈ കാര്യം എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കണം കേട്ടല്ലോ. പല രീതിയിൽ നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഈ ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു നാൻഡിൻ്റെ ഇൻപുട്സ് ജോയിൻ ചെയ്താൽ അത് നോട്ട് വരും, ഒരു നോറിൻ്റെ ആണെങ്കിൽ അത് നോട്ടാ വരിക. 2 നാൻഡ് ആണെങ്കിൽ അത് ആൻഡ് പോകും, 3 നാൻഡ് ആണെങ്കിൽ ഓർ വരും. നമ്മുടെ നോർ എടുക്കുമ്പോൾ 2 നോറാണെങ്കിൽ ഓർ ഗേറ്റ് വരും, 3 നോറാണെങ്കിൽ അത് ഏത് വരും, ഇവിടെ ആൻഡ് ഗേറ്റും വരും. ക്ലിയർ അല്ലേ? ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേടാ? അപ്പോൾ ഇത്രയും മതി നമുക്ക് എന്ത് ചെയ്യാം, ലോജിക് ഗേറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വീതം ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് ഫിഗർ ഷോസ് എ ലോജിക് ഗേറ്റ് സർക്യൂട്ട് വിത്ത് 2 ഇൻപുട്സ് എ ആൻഡ് ബി, ദ ഔട്ട്പുട്ട് വൈ. ദ വോൾട്ടേജ് വേവ് ഫോംസ് ഓഫ് എ ബി വൈ ആർ ആസ് ഗിവൺ. എയും ബിയും വൈയും ഒക്കെ തന്നിട്ടുണ്ട്. എങ്കിൽ ഇതിൽ ഏത് ഗേറ്റ് ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. എയുടെ ഔട്ട്പുട്ട്, എയുടെ എന്താ ട്രൂത്ത് ടേബിൾ പറഞ്ഞ് എയുടെ ഇൻപുട്ട് ഏതാ, ആദ്യം 1 ആണ് അല്ലേ. പിന്നെ എത്രയാണ്, ഇവിടെ 0 ആണ്. ഇത് 0ക്ക് നേർക്കല്ലേ, അപ്പോൾ 0 ആണ്. പിന്നെ എന്ത് തന്നെയാണ്, 0 ആണ്. പിന്നെ 1 ആണ്. ഓക്കെ അല്ലേ? ഇത്ര ഇരിക്കട്ടെ. ഇനി ബിയിലത് നോക്കി, ബിയിലാകുമ്പോൾ 1 ആണ് ആദ്യം. ബിയിൽ 1 ആയപ്പോൾ വൈയിൽ എന്തായിരുന്നു, 0 ആയിരുന്നു. കണ്ടോ, 0 ആയിരുന്നു. ഇനി സെക്കൻഡ് കേസിൽ ബിയിൽ 0 ആണ്, അപ്പോൾ വൈയിൽ എന്തായി, 1 ആയി. അപ്പോൾ ബിയിൽ 0 ആണ്, അപ്പോൾ വൈയിൽ 1 ആയി. അപ്പോൾ നമുക്ക് എയും ബിയും 1 ആയിരുന്നപ്പോൾ വൈ 0 ആണ്. എയും ബിയും 0 ആയപ്പോൾ വൈയിൽ 1 ആണ്. ഇനി അടുത്തത് എയിൽ 0 തന്നെയാണ്, ബിയിൽ എന്താണ്, 1 ആണ്. ബിയിൽ 1 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ്, 1 കിട്ടിയേക്കുന്നത് അല്ലേ. ഔട്ട്പുട്ട് 1 കിട്ടി. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇവിടെ വരെ കംപ്ലീറ്റ് ചെയ്തു. എയിൽ എന്താണ്, 1 ആണ്, ബിയിൽ 0 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ വൈ എന്താ കിട്ടിയത്, വൈ എനിക്ക് 1 ആണ് കിട്ടിയത്. എങ്കിൽ ഇത് വെച്ച് നമുക്ക് സർക്യൂട്ട് പറയാൻ പറ്റുമോ നോക്കി. 1ഉം 1ഉം ചെയ്തപ്പോൾ 0 കിട്ടി. 0 0 1 കിട്ടി, 0 1 1 കിട്ടി, 1 0 1 കിട്ടി. ഇത് ഏത് ഗേറ്റിൻ്റെ ആടാ, നമ്മുടെ നാൻഡ് ഗേറ്റിൻ്റെ അല്ലേ. കാരണം ഇത് നേരെ ഓപ്പോസിറ്റ്, ഇത് 1 1 1 0 0 0 0 1 0 1 0 0. ഇതായിരുന്നെങ്കിൽ ഇത് ആൻഡ് ഗേറ്റ് ആണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോട്ട് ഗേറ്റായിട്ട് ജോയിൻ ചെയ്യുമ്പോഴല്ലേ ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് ഏത് ഗേറ്റാണ്, നാൻഡ് ഗേറ്റിൻ്റെ അനലോഗാണ് ഈ തന്നിട്ടുള്ളത്, വേവ് ഫോം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഏതാ, ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഔട്ട്പുട്ട് വൈ ഫോർ ദ ഫോളോയിങ് ലോജിക് ഗേറ്റ് സർക്യൂട്ട് വിൽ ബി. ഇവിടുത്തെ ലോജിക് ഗേറ്റ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് വൈ എന്ത് കിട്ടുമെന്ന ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ എ അല്ല, അപ്പോൾ ഇതെന്താവും, എ ബാർ ആവും. ഇത് ബി ബാർ ആവും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതെന്താവും, എ ബാർ പ്ലസ് ബി ബാർ അല്ലേ ആവുന്നത്. കാരണം ഇത് രണ്ടും കൂടെ ഓർ ഗേറ്റിൽ കൊണ്ടുവരും. എ ബാർ പ്ലസ് ബി ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഡോട്ട് ബി അല്ലേ, എ ഡോട്ട് ബി ദ വോൾ ബാർ അല്ലേ. അപ്പോൾ ആൻസർ ചെയ്ത് വരും. എ ബാർ പ്ലസ് ബി ബാർ എന്ന് പറഞ്ഞാൽ ഡി മോർഗൻസ് തിയറം വെച്ച് എ ഡോട്ട് ബി ദ വോൾ ബാർ ആണ്. അപ്പോൾ ആൻസർ ചെയ്താൽ ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ നോക്കി, എ എന്ത് ചെയ്തിട്ടുണ്ട്, എയും ബി എന്താണ് ഇൻപുട്ടാണ്, അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കിത് ഏത് ഗേറ്റ്, ഇതിൻ്റെ ഇൻപുട്ട് അതായത് ഈ വൈ എന്ന് പറയുമ്പോൾ ഏത് ഗേറ്റ് കിട്ടുമെന്ന ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ ഉള്ളത്, ഒരു നാൻഡ് ഗേറ്റിനെ 2 ഇൻപുട്ട് ചെയ്തേക്കും. അപ്പോൾ ഇതെന്താ, നോട്ട് ഗേറ്റ് ആണ് അല്ലേ. ഇതെന്താണ്, നോട്ട് ഗേറ്റ് ആണ്. ഓക്കെ അല്ലേ? ഇതെന്താണ്, നാൻഡ് ഗേറ്റ് ആണ്. ഇതൊരു നാൻഡ്, ഇതല്ലെങ്കിൽ നമുക്ക് നാൻഡ് ഗേറ്റ് ആയിട്ട് തന്നെ എടുക്കാം. ഇത് നാൻഡ് ഗേറ്റ് ആണെന്ന് എടുത്താൽ ഇത് നാൻഡ് ആണ്, ഇതെന്താണ്, ഇത് നാൻഡ് ആണ്, ഇത് എന്ത് ഗേറ്റ് ആക്കില്ല, നാൻഡ് ഗേറ്റ് ആണ്. ഈ 3 നാൻഡ് ചേർന്ന് അത് എന്താവുമെന്ന് നമ്മൾ പഠിച്ചു. 3 നാൻഡ് ചേർന്ന് അത് ഏത് ഗേറ്റ് ആവും, അതൊരു ഓർ ഗേറ്റ് ആവും. അത് ഏത് ഗേറ്റ് ആവും, ഒരു ഓർ ഗേറ്റ് ആവും. അപ്പോൾ ഒരു ഓർ ഗേറ്റിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതെന്ന് പറയുമ്പോൾ നോട്ട് ഗേറ്റിന് ഈക്വൽ അല്ലേ. കാരണം ഒരു ആൻഡ് ഗേറ്റിനെ എന്ത് ചെയ്തിട്ടുണ്ട്, നാൻഡ് ഗേറ്റിനെ ഷോർട്ട് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നോട്ട് ഗേറ്റിന് ഈക്വൽ. അപ്പോൾ ഈ ഒരു ഇത്രയും കൂടെ എന്തായി, ഓർ ഗേറ്റ് ആയി. ഈ ഒരു ഓർ ഗേറ്റ് നോട്ട് ഗേറ്റിലൂടെ കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇവിടെ ഓർ പ്ലസ് നോട്ട് കിട്ടിയ നോർ ഗേറ്റ് ആയിരിക്കില്ല ആൻസർ ചെയ്യുന്നത്. സോ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നമുക്ക് എന്തെങ്കിലും മറ്റത് എളുപ്പമാവുന്നത്. 3 നാൻഡ് ചേർന്ന് എന്താണ്, ഓർ ആണ്, അല്ലെങ്കിൽ 3 നോർ ചേർന്ന് അതെന്താണ്, ആൻഡ് ആണ് എന്നൊക്കെ അറിഞ്ഞാൽ അത് എളുപ്പത്തിൽ നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കി, ഇവിടെ എയും ബിയും ഇത് എന്ത് ചെയ്തിരിക്കുന്ന ഓർ ഗേറ്റ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന എന്തായിരിക്കും, എ പ്ലസ് ബി ആയിരിക്കും അല്ലേ. ഇവിടെ എന്താണ്, എ സിയും ഓർ ഗേറ്റ് ആണ്. അപ്പോൾ എ പ്ലസ് സി കിട്ടും. ഇത് എന്താ ചെയ്തിരിക്കുന്നത്, ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റുമായിട്ട് ജോയിൻ ചെയ്തിരിക്കും. അപ്പോൾ എന്താ കിട്ടുന്നത്, എ പ്ലസ് ബി ഡോട്ട് എ പ്ലസ് സി. ഓക്കെ അല്ലേ? അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നോക്കി, ഉണ്ട്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കി, എ ഇങ്ങോട്ട് പോയി ബി ഇങ്ങോട്ട് വന്നത്. അതായത് ഇവിടെ എ ആണ്, ഇവിടെ എന്താ കിട്ടുന്നത്, ബി ബാർ ആണ്. അപ്പോൾ ഈ കിട്ടുന്നത് എന്താണ്, എ ഡോട്ട് ബി ബാർ ആണ്. ഇങ്ങോട്ട് എ ബാർ പോയി, കാരണം ഇത് എ ആയിരുന്നു, ഇവിടെ ഇറങ്ങിയപ്പോൾ നോട്ട് ഗേറ്റ് ആയപ്പോൾ എ ബാർ ആയി. ഇവിടെ ബി ആണ്, അപ്പോൾ ഇവിടെ ഇറങ്ങുന്നത് എന്താണ്, എ ബാർ ഡോട്ട് ബി ആണ്. ഇത് എന്ത് ഗേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, ഓർ ഗേറ്റുമായിട്ടാണ്. അപ്പോൾ എന്താ ചെയ്യുക, എ ഡോട്ട് ബി ബാർ പ്ലസ് എന്ത് വരും, എ ബാർ പ്ലസ് ഡോട്ട് ബി എന്ന് കിട്ടും അല്ലെ, എ ബാർ ഡോട്ട് ബി എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ചെയ്ത് വരും, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഇത് ഏതാണ് ഇതിൻ്റെ എന്ത് ട്രൂത്ത് ടേബിൾ എന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടല്ലേ. എക്ക് നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. എക്ക് ഞാൻ വാല്യൂ 0 കൊടുത്തു, ബിക്ക് 0 കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരുമ്പോൾ എന്താവും 1 ആവും. ഇത് നോട്ട് ഗേറ്റ് ആണ്, ഇവിടെ 1 ആവും. 1ഉം ആൻഡ് ഗേറ്റ് ആയിരുന്നെങ്കിൽ 1 കിട്ടിയാൽ നാൻഡ് ഗേറ്റ് ആയതുകൊണ്ട് 0 വന്നു. അപ്പോൾ 0 0 0 വരണം. ഓക്കെ അല്ലേ. അപ്പോൾ ഇതുമല്ല നമ്മുടെ ആൻസർ, ഇതുമല്ല നമ്മുടെ ആൻസർ നമുക്ക് മനസ്സിലായി. ഇനി 0 1 ഇട്ട് കൊടുക്കാം. 0 1 ഇട്ട് കൊടുത്താൽ 0 1 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? ഓക്കെ 0 1 0 ഇപ്പുറത്ത് വരുമ്പോൾ 1 ആവും, 1 ഇപ്പുറത്ത് വരുമ്പോൾ 0. 1 0 ആയ നാൻഡ് ഗേറ്റിലെങ്കിൽ എന്ത് വന്നേനെ? 0 വന്നേനെ. ഇവിടെ നാൻഡ് ഗേറ്റ് ആയതുകൊണ്ട് എന്ത് വരും? 1 വരും. അപ്പോൾ 1 0 കൊടുക്കുമ്പോൾ 1 വരും. അപ്പോൾ ഏതൊക്കെ 1 0 വരുമ്പോൾ ഇത് 1 ആണ്, ഇവിടെ 1 ആണോ അല്ലേ. അപ്പോൾ ഇതും അല്ല നമ്മുടെ ആൻസർ. അതേപോലെ തന്നെ 0 1 കൊടുത്താൽ അപ്പോൾ 1 വരുവേ. അപ്പോൾ ഇനി നമുക്ക് 1ഉം 1ഉം കൂടെ ഒന്ന് ഇട്ട് നോക്കാം. 1ഉം 1ഉം കൂടെ ഇട്ട് നോക്കാം. 1ഉം 1ഉം ഇട്ട് കൊടുക്കുക. 1 കൊടുത്താൽ ഇവിടെ 0 വരും, ഇവിടെ 1 കൊടുത്താൽ ഇവിടെ 0 വരും. 0 0 ആയിരുന്നെങ്കിൽ ആൻഡ് ഗേറ്റിൽ 0 വന്നതിന് നാൻഡ് ഗേറ്റ് ആയിട്ട് 1 വന്നതിന് 1ഉം 1ഉം 1 തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ ഉറപ്പിക്കുക. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം ട്രൂത്ത് ടേബിൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലോട്ട് പോകാൻ പറ്റും. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ. To get output 1 for the following circuit, the correct choice for the input is. അതായത് നമ്മുടെ 2014 നീറ്റിലെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തത് നീറ്റിന് പ്രീവിയസ് ഇയർ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് 1 കിട്ടണം. ഔട്ട്പുട്ട് 1 കിട്ടണമെങ്കിൽ ഇൻപുട്ട് ഏതൊക്കെ കൊടുക്കണം? നമ്മളിപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അറിയാം. നമ്മൾ ഈ ഓരോ ഓപ്ഷൻ ഇട്ട് കൊടുത്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഇട്ട് കൊടുക്കാം. 1 A1 B0 C1. 1 0 ഓർ ഗേറ്റിൽ പോയാൽ 1 തന്നെ. 1ഉം 1ഉം ആൻഡ് ഗേറ്റ് വന്നാൽ 1 തന്നെ. കണ്ടോ ഔട്ട്പുട്ട് 1 തന്നെയല്ലേ കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആണ് കിട്ടി. ഇനി സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് അല്ലയോ എന്ന് കൂടെ നോക്കിക്കളയാം. A 0 വന്നു, B 1 വന്നു, C എന്ത് വന്നു? 0 വന്നു. A 0യും B 1ഉം ആണെങ്കിൽ ഇവിടെ 1 0യും കൂടെ ആൻറ്റി പോയി എന്താ കിട്ടുന്നത്? 0 ആയി കിട്ടുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് 1 കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ C ഒരിക്കലും 0 ആവില്ല. C 0 ആയ ആൻഡ് ഗേറ്റിൽ പോയാൽ എന്താണ്? C എന്ത് കിട്ടും? ഔട്ട്പുട്ട് എപ്പോഴും 0 തന്നെ. ഏതൊരു ഇൻപുട്ട് എന്താ ലോ ആണെങ്കിൽ അത് കിട്ടുന്ന എന്തായിരിക്കും? ഔട്ട്പുട്ട് 0 തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്കറിയാം ആൻഡ് ഗേറ്റിൽ കൂടെ പോകുമ്പോൾ 2 ഇൻപുട്ട് ഹൈ ആണെങ്കിൽ മാത്രമേ എന്ത് കിട്ടൂ? ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ. അപ്പോൾ ഈ C ഒരിക്കലും 0 ആവരുത്. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യും? ഈ 3 ഓപ്ഷൻസ് അല്ലാന്ന് ഉറപ്പിക്കാം. സോ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ. കുറച്ച് കാര്യങ്ങളെ നമുക്ക് എന്ത് പഠിക്കാവുള്ളൂ? ആൻഡിലും നോറിലും നോട്ടിലും നാൻഡിലും പിന്നെന്താ നമ്മുടെ ഓർ ഗേറ്റ്. ആൻഡ് ഓർ നോട്ട് നാൻഡ് നോർ ഈ 5 കേസിനും പഠിക്കാവുള്ളൂ. ജസ്റ്റ് അവിടെ ട്രൂത്ത് ടേബിൾ നോക്കുക. എന്താണോ ഓർ ഗേറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നോർ ഗേറ്റ് എന്ന് ഓർക്കുക. ആൻഡ് ഗേറ്റിൻ്റെ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും നാൻഡ് ഗേറ്റ് എന്ന് ഓർക്കുക. പിന്നെ എന്താണ് ഈ ഓർ ഗേറ്റിലും ആൻഡ് ഗേറ്റിലും നോട്ട് ഗേറ്റ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? നോറും നാൻഡും. ഇതൊക്കെ ജസ്റ്റ് ആലോചിച്ച് വെച്ചേക്കുക. അത് കാണാതെ പഠിക്കാതെ വരുന്നത് എങ്ങനെ? ആ ഒരു ഓർഡർ ഏതർ 2 ഇൻപുട്ട് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഇൻപുട്ട് ഹൈ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഹൈ കിട്ടും. പക്ഷേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ആൻഡ് ആണെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 2 ഇൻപുട്ട് ഹൈ ആയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് ഹൈ കിട്ടുള്ളൂ. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഓർത്തേക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലുണ്ട്, DPPയിലുണ്ട്. എന്ത് ചെയ്യുക? അതെല്ലാം ചെയ്ത് പഠിക്കുക. ഈ ചാപ്റ്ററിൽ കിട്ടുന്ന ഒരു 2 ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ അത് എന്ത് ചെയ്യുക? സെറ്റ് ആക്കി ആ ഒരു മാർക്സ് എന്ത് ചെയ്യണം? ഷുവർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രാക്ക് ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.